Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to a Rintu editorial analysis of 13th August 2022. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഇങ്ങ് അടുക്കാണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, വീണ്ടും എന്താ പറയുക, ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഇന്ത്യക്കാരാണെന്നൊരു തോന്നലൊക്കെ വരുന്നൊരു സമയം. ഞാൻ ഇന്നലെ ഒരു ആഡ് കണ്ടു. അപ്പോൾ ആഡ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ, പണ്ടത്തെ റിന്റു ആയിരുന്നെങ്കിൽ ഈ ആഡ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ രോമൊക്കെ എണീറ്റ് നിൽക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പം ഇന്നലെ ഞാനൊരു ആഡ് കണ്ടപ്പോഴത് അടുത്ത ഇൻഡിപെൻഡൻസ് ഡേ വന്നല്ലേ, അടുത്ത ഇൻഡിപെൻഡൻസ് ഡേ വന്നല്ലേ എന്നൊരു ചിന്തയിലോട്ടായി ഞാൻ. അപ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട്, പോണ്ടറിങ് ഓൺ ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിംസ് വരണം, ഒരു സ്പോർട്സ് ഈവൻറ്റ് വരണം, നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ രാജ്യബോധം വരാൻ. കാരണം വി ആർ ലിവിങ് ഇൻ എ കൺട്രി വിച്ച് ഇസ് നോട്ട് സേഫ് ഗാർഡിങ് ദ റൈറ്റ്സ് ഓഫ് ദ കോമൺ പീപ്പിൾ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ റിയലി ഡു തിങ്ക് സോ. വേറെ ഒന്നുമില്ല, ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് ബട്ട് എന്താ പറയുക, കൺട്രിയെ ക്രിട്ടിസൈസ് ചെയ്യില്ല, പക്ഷേ ഭരണ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു എന്നല്ലേ, ഇത് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇന്ന് അങ്ങനത്തെ ഒരു ആർട്ടിക്കിളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വിടുന്നുണ്ട്. ഒരു ആർട്ടിക്കിൾ ഇന്ന് അതിനെപ്പറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടത്. കാരണം എന്താ വെച്ചാൽ, ചൈനയ്ക്ക് ഒരുപാട് ഹേർഡിൽസ് ഉണ്ട് ടെററിസ്റ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഹേർഡിൽസോ ബാർസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബാർ ചെയ്ത് വെക്കുക, ഇന്ത്യ പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. ബട്ട് ദാറ്റ് ആർട്ടിക്കിൾ സിമ്പിൾ റീഡ്, ഒരു വളരെ സിമ്പിൾ റീഡാണ്, സെൽഫ് റീഡിങ്ങിന് പറ്റിയതാണ്. അത് നിങ്ങൾ എന്തായാലും വായിക്കും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, എന്താ പറയുക, സ്വാതന്ത്ര്യദിനം അടുത്ത് വന്നു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഇതുണ്ടല്ലോ, ഒരു കോൺഷ്യസ്നസ് ഉണ്ടല്ലോ ഉള്ളത്. അയ്യോ, ഓഗസ്റ്റ് 15 പതാക ഉയർത്തണ്ടേ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആലോചിച്ചത് മാത്രം. ആൻഡ് അതല്ല ഇപ്പോൾ നമ്മുടെ മെയിൻ ഇഷ്യൂ കേട്ടോ ഇന്നത്തെ. നമ്മൾ ഇന്ന് എന്തായാലും അതിനേക്കാളും വലിയൊരു ഇഷ്യൂയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് സംതിങ് ബിഗ് ആൻഡ് ബിഗർ വൺ. അത് നമുക്ക് എല്ലാവരും ഇൻഡിവിജ്വലി നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ബിഗ് ടു റീഡ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം വിത്ത് കോട്ട്. നമ്മുടെ കോട്ട് ഇതാണ്. എല്ലാവരും ഒന്ന് ഉഷാറാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, ഒരു കഥയോളിലൂടെ അങ്ങ് തുടങ്ങിയത്. എനിവേസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരാവുന്ന കോട്ട് ഇതാണ്. ഓഫ് ഓൾ തിങ്സ് യു വെയർ, യുവർ എക്സ്പ്രഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ പിള്ളേരെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, നമ്മളിപ്പോൾ ചിലർ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അല്ലേ. ചിലരെന്ത് ചെയ്യും, ദേ വോണ്ട് ടു ബി പ്ലീസ്ഡ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്ലീസ് ആയിട്ടിരിക്കണം എന്നൊരു അല്ലെ, പ്ലീസിങ് ആയിരിക്കണം എന്നൊരു ആഗ്രഹമുള്ളവരുണ്ട്. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അത്യാവശ്യം എല്ലാവരും നോക്കുമ്പോൾ ഞാൻ നല്ല സൂപ്പർ ആയിരിക്കണം അല്ലേ, ഐ വോണ്ട് ടു ബി സൂപ്പർ എന്നൊരു ചിന്തയുണ്ട് ചിലർക്ക്. ചിലരുടെ കോൺഫിഡൻസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ വാട്ട് ദേ വെയർ ആണ് അല്ലേ, അങ്ങനെയുള്ളവരും ഉണ്ട്. സോ അതിലും നമുക്ക് തെറ്റ് പറയാനില്ല. ബിക്കോസ് ഓരോരുത്തർക്ക് ഓരോ മെൻറ്റാലിറ്റിയാണ്, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അവരുടെ കോൺഫിഡൻസ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വേറെ നല്ല ഫുഡ് വെയർ ആയിക്കോട്ടെ, നല്ല ഡ്രസ്സ് ആയിക്കോട്ടെ, നല്ല വാച്ച് ആയിക്കോട്ടെ അല്ലേ. മോഹൻലാലിനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത്, മോഹൻലാലൊക്കെ വേറെ വാച്ച് നോക്കിയാൽ മതി എന്ന് പറയും. അതായത് പുള്ളിയുടെ വാച്ച് കളക്ഷൻസ് ആർ റിയലി അല്ലേ. അതുപോലെ ചിലരുടെ ഫുഡ് വെയർ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്, ചിലർ ഹെയർ സ്റ്റൈൽ സംതിങ് ലൈക്ക് ദാറ്റ്, എല്ലാവരുടെയും ഓരോരോ അപ്പിയറൻസ് സംതിങ് ലൈക്ക് ദാറ്റ്. അതാണ് ഭയങ്കര ഇത് പറയാറുണ്ട്. പക്ഷേ അതെല്ലാത്തിലും ഇതൊക്കെ മേലെ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ, യുവർ ഫേഷ്യൽ എക്സ്പ്രഷൻ ഓർ ദ എക്സ്പ്രഷൻ ദാറ്റ് യു ഹാവ്. രാവിലെ നിങ്ങൾ എണീറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു, കണ്ണാടി നോക്കി നമ്മളെ റിന്റു യു ആർ സൂപ്പർ, യു കെൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ പോയി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വഴിയിലോട്ടങ്ങ് ഇറങ്ങുമ്പോൾ ഒരാളെ കണ്ടു എന്ന് വിചാരിക്കാം, വേറൊരാളെ കണ്ടു. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. വല്ലാണ്ട് ടെൻഷൻ അടിച്ച് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. കാരണം ഞാൻ കോട്ടയത്തായിരുന്നപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കോട്ടയത്തായിരുന്നു, പിന്നെ കോട്ടയം കഴിഞ്ഞ് തലശ്ശേരിയിലോട്ട് ഞാൻ മാറിയപ്പോൾ പോലും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ വഴിയെ പോകുന്ന ഒരു പാസബൈയോട് നമ്മളുടെ അപ്രോച്ച് നന്നായിട്ട് നമ്മുടെ ഡേ, ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ we react in our day or how we react during the daytime മാത്രമേ കൃത്യമായിട്ട് പറയാണ്. നമ്മുടെ എക്സ്പ്രഷൻ മറ്റുള്ളവർക്ക് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ അന്നത്തെ ദിവസം. അത് മാത്രമല്ല, നമ്മുടെ എക്സ്പ്രഷൻ ചിലപ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അതുകൊണ്ട് കാരണം വെച്ചാൽ, നമ്മൾ രാവിലെ നടന്നു പോകുമ്പോൾ, നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു സ്ട്രേഞ്ചറെ കാണുവാണെങ്കിലും ജസ്റ്റ് ഗിവ് ദം എ സ്മൈൽ. എ സ്മൈൽ ഡസ് നോട്ട് കോസ്റ്റ് എനിത്തിങ്. $1 പോലും കോസ്റ്റ് ചെയ്യില്ലാത്താണ് സ്മൈൽ എന്ന് പറയും. ഇറ്റ് ഹാസ് നത്തിങ്, യു ഹാവ് നത്തിങ് ടു ലൂസ് അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സ്മൈൽ കൊടുക്കുക, ജസ്റ്റ് ഗിവ് എ സ്മൈൽ. ചിലപ്പോൾ എ പേഴ്സൺ
ദ പേഴ്സൺ ഹു ഇസ് കമ്മിങ് അല്ലേ ടുവേർഡ്സ് യു, നിങ്ങളുടെ നേരെ വരുന്ന ആളെന്ന് പറയുന്ന ആൾ, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഒരു സ്മൈൽ ഉണ്ട്, കുറച്ച് നേരത്തേക്ക് ഫോർ എ നാനോ സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ചൊരു സെക്കൻഡിലേക്ക് നേരത്തേക്ക് എങ്കിലും അവരതിനെ മറന്ന് അയ്യോ ഇതാരായിരിക്കും എന്നൊരു ചിന്തയെങ്കിലും പോകും. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് അവർക്കൊരു ബ്രീഫ് ഒരു എന്താ പറയുക, ഒരു സൊലൈസ് കൊടുക്കാൻ, കംഫർട്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. അപ്പോൾ റിമെമ്പർ യുവർ എക്സ്പ്രഷൻ മാറ്റേഴ്സ് എ ലോട്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ തോട്ട് പ്രോസസ്സ് നമ്മുടെ എക്സ്പ്രഷനെ പറ്റി ആയിക്കോട്ടെ. ഹൗ യു റിയാക്ട് ടു എ സിറ്റുവേഷൻ, ഹൗ യു ലുക്ക് അറ്റ് എ പേഴ്സൺ, ഹൗ യു ലുക്ക് അറ്റ് എ തിങ്. ലെറ്റ്സ് മൂവ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത ഓൾ ഇൻ വൺ ചാനലാണ്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ബാങ്കിങ്, ESIC ഇൻഷുറൻസ് ക്ലാസ്സുകൾ, അതുപോലെ SSC ക്ലാസ്സുകൾ, അതുപോലെ സുപ്രീം കോർട്ടിൻ്റെ ക്ലാസ്സുകൾ, PSCയുടെ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇവിടെ കിട്ടും. ഈ ക്ലാസ്സുകൾ എല്ലാ സബ്ജക്ട് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ, PYQ സെഷൻസ്, ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം അനാലിസിസ് കാണാം, അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ് കാണാം, സ്ട്രാറ്റജി വീഡിയോസ് കാണാം, എക്സാം നോട്ടിഫിക്കേഷൻസ് കാണാം, എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്, ഡേറ്റ്, കൺഫർമേഷൻ ഡേറ്റ്, അങ്ങനെ എല്ലാ നോട്ടിഫിക്കേഷൻ വീഡിയോസും ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ന്യൂസ് അറിഞ്ഞില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ പേര് Adda247 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. തുടങ്ങിക്കോ പിള്ളേരെ, പഠനം തുടങ്ങട്ടെ, ആരംഭിക്കട്ടെ അല്ലേ. നമുക്ക് തുടങ്ങിയേക്കാം, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാം അറിയാം. ജോബ് അലേർട്ട്സ്, കറണ്ട് അഫയേഴ്സ് ഒന്നും വിട്ട് കളയേണ്ട. കാരണം ഒന്നും അറിഞ്ഞില്ല എന്ന പേരിൽ നമുക്ക് എന്ത് വരാൻ പാടില്ല, നഷ്ടം വരാൻ പാടില്ല അല്ലേ. അങ്ങനെ നമ്മൾ പുറകോട്ടായി നിൽക്കാൻ പാടില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ബി കണക്റ്റഡ് വിത്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടുക. KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്, അതാണ് നമ്മുടെ 2 ടെലിഗ്രാം ചാനൽസ്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ കൂടെ. അതുപോലെ ഇന്നത്തെ കാര്യം, അപ്പോൾ ഇന്ന് 13-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഇന്ന് 13-ാം തീയതിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഓഗസ്റ്റ് 15-ന് ഇനി അല്ലേ, ജസ്റ്റ് 2 more days to go. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾസ് എല്ലാ ദിവസവും 8:30 സെഷനാണ്. അതിപ്പോൾ UPSC പഠിക്കുന്നവർക്കും, കേരള PSC, SSC, ബാങ്കിങ്, ESIC ഇൻഷുറൻസ് സെക്ടർ, അതുപോലെ ദേവസ്വം ബോർഡിന് പഠിക്കുന്ന കുട്ടികൾ, സുപ്രീം കോടതിന് പഠിക്കുന്നവർക്ക്, ഹൈക്കോർട്ട്, കോർട്ട് എക്സാംസ് നോക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ്. അതുകൂടാതെ വെറുതെ ഇംഗ്ലീഷിന് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാൾക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രൊഫഷണലി ആണെങ്കിലും അക്കാഡമിക്കലി ആണെങ്കിലും നിങ്ങൾക്കത് വളരെ ഗുണമാകുന്ന ഒരു സെഷനാണ്. ഈ സെഷനിൽ നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ജനറൽ അവയർനെസ് ആണ്. നിങ്ങളുടെ ജനറൽ അവയർനെസ് ബൂസ്റ്റപ്പ് ചെയ്യാനൊരു സെഷനാണിത്. കൂടാതെ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, ഞാൻ ഇന്നലെയും പറഞ്ഞു, റീഡിംഗ് കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, റീഡിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് ഡീഡ്. അത് ഓർത്ത് വെച്ചോളാം. ആൻഡ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം, വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുമോ, കോംപ്രിഹെൻഷൻ സ്കിൽസ് നമുക്കുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു സെഷനാണിത്. അതുകൂടാതെ നിങ്ങളുടെ വൊക്കാബുലറി ഓഫ് കോഴ്സ് എൻട്രി ചെയ്യും. ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ റീബിൽഡ് ചെയ്ത് പാച്ചപ്പ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ പോലും നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ്ഡ് ആവും. അതിൻ്റെ കൂടെ തന്നെ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ യുൽ ബി ഓക്കെ, യുൽ ബി ഫൈൻ. ഈ ഒരു സെഷൻ ഓൾ ഇൻ വൺ സെഷനാണ്. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. ഇന്ന് 2 ആർട്ടിക്കിൾ. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു ചെറിയ ടെററിസ്റ്റ് കാര്യങ്ങളെ പറ്റിയും, ഹാർബർ വന്നിരിക്കുന്ന കുറച്ച് ഡോക്കിങ്ങിനെ പറ്റിയും കുറച്ച് ഇഷ്യൂസിനെ പറ്റിയൊക്കെയാണ്. സംതിങ് പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട് അതിൽ. അതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു ഡിഫൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ കൂടി പറയുന്നൊരു കാര്യമാണ്. ആൻഡ് ഗിവ് ഇറ്റ് ടു റീഡ്, സിമ്പിൾ റീഡാണ്. പക്ഷേ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്. അതിൽ തടയിടാൻ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ചിനെതിരെ തടയിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പരിപാടിയായിട്ട് വരും. അപ്പോൾ അവിടെ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം നമുക്ക് സ്വത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് സ്വൈര്യമായിട്ട് നമ്മളൊരു കാര്യം പറയാൻ, ഒരു എക്സ്പ്രസ് ചെയ്യാൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് ആൻഡ് തോട്ട്, അതൊന്നും നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് എന്താ അർത്ഥമുള്ളത് അല്ലേ. ഈ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ 75-ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെ തൊട്ടടുത്ത്, അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്നപ്പം കുറേ നാൾ കൂടി നമ്മുടെ അയൽവക്കത്തെ ഒരു ചേട്ടനെ കണ്ടു. അയൽവക്കത്തെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ട് കുറച്ച് 2 വീടപ്പുറമാണ് ചേട്ടൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും, പക്ഷേ പുള്ളി എപ്പോഴും തിരക്കിട്ട് പോകുന്നുണ്ട്, എനിക്ക് മിണ്ടാൻ പറ്റാറില്ല. നല്ല പ്രായമായ മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ആ ചേട്ടാ എന്താണ് വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ, എങ്ങനെ വിശേഷം? ഇപ്പോൾ പുള്ളി പറഞ്ഞു, നീ എവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് 2 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, പുറത്തോട്ടെങ്കിൽ ഇറങ്ങാറില്ല, തിരക്കാണൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറയാണ്, ഇപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ് വിശേഷം? എന്ത് വിശേഷം? ഈ ഓഗസ്റ്റ് 15 ആകുമ്പോൾ എനിക്കിത് ഓഗസ്റ്റ് സ്വാതന്ത്ര്യം, ഞാൻ 2 ദിവസം ജനിച്ചിട്ട്, ഇപ്പം ഇന്നെൻ്റെ പിറന്നാളാണ്, 2 ദിവസം അടുത്ത ദിവസം എൻ്റെ പിറന്നാളാണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പുള്ളി
ജനിച്ചത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, പക്ഷെ വളർന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്നുള്ളൊരു അവസ്ഥ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. 2 ദിവസമായിട്ട് ഈ ഓഗസ്റ്റ് 15 അതിൻ്റെ തീമിനെ പറ്റിയാണ് എൻ്റെ മനസ്സിൽ മൊത്തം ഡിസ്കഷൻ. ഇറ്റ് ഈസ് സംതിങ് ബിഗ് വൺ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കൺട്രിയിൽ നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടോ, ഫ്രീഡം ഓഫ് തോട്ട് ഉണ്ടോ എന്ന് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ് എല്ലാവരും നോക്കാം. എന്നിട്ട് മറ്റു വേർഡ്സ്, ആന്റണിംസ്, സിനോണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സ് നോക്കാം. എന്നിട്ട് ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ ആർട്ടിക്കിൾ. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകുന്നു, ഹോംവർക്ക്, ആൻഡ് ദെൻ തരുന്നു നിങ്ങൾക്ക് ഒരു ഹോംവർക്ക്. ലെറ്റ്സ് മൂവ് പിള്ളേരെ നോക്കാം. അപ്പോൾ എല്ലാവരും ഉഷാർ, സന്തോഷം, സമാധാനമായിട്ടിരിക്കുന്നു. മഴയൊക്കെ കുറഞ്ഞു, മാനമൊക്കെ തെളിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വെളിച്ചമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊരു ഇറ്റ് വുഡ് ബി എ സണി ഡേ, ഐ ഗസ്. സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. അപ്പം ഉഷാറല്ലേ? എന്നാൽ താൻ കൊടുത്തു വന്ന സിനിമയ്ക്കെതിരെ നടന്നതല്ലേ? അതല്ല നന്ദീഷ. എന്നാൽ താൻ കേസ് കൊടുക്കുന്നു പറഞ്ഞത് അത് വലിയൊരു ഇഷ്യൂ ആണ്. അതിനേക്കാളും മുമ്പ് ഇറങ്ങിയ ഒരു ഇഷ്യൂ ഉണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ജൈബി മൂവി, നമ്മുടെ സൂര്യയുടെ മൂവി, അതിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ഒരു കേസ്, അത് എന്ത് കേസാന്ന് ഓർക്കണം, അതാണ് രസം. ആ ജയ്ബീബിനെ പറ്റി, സൂര്യക്കെതിരെയും അതുപോലെ അവരുടെ സംവിധായകനെതിരെയും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഈ ജയ്ബീബ് കേസിന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസായി വന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് മൂവ് കേട്ടോ. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഒറ്റ പേജിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉള്ളൂ ഉണ്ട് കേട്ടോ. സാധാരണ പണ്ടത്തെയൊക്കെ വെച്ചുമ്പോൾ ഇപ്പോൾ എപ്പോഴും ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരുപാട് കൂടുന്നുണ്ട്. ഓദർ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത്. സോ റിമെമ്പർ, ഫസ്റ്റ് വൺ ഇസ് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ വേ മേക്ക് ഔട്ട് ഉണ്ട്, കിസ് സം വൺ എന്നൊരു അർത്ഥം. മേക്ക് ഔട്ട്, ഐ മെയ്ഡ് ഔട്ട് വിത്ത് എന്നൊക്കെ പറയില്ലേ, ഇൻഫോർമൽ വേയിൽ പറയും കേട്ടോ. അതുകൊണ്ട് കിസ് സം വൺ എന്നൊരു അർത്ഥമുണ്ട്. അതല്ലാതെ മേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, എവിഡൻലി കാണാൻ പറ്റും. വി ഡിസേൺ ഫ്രം സംതിങ്, നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. സീ ഓർ ഡിസേൺ എന്നൊരു അർത്ഥമുണ്ട് മേക്ക് ഔട്ടിന്. ഓർത്തോണേ, ഒരർത്ഥം ഈ സീ ഓർ ഡിസേൺ എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ വേറൊരു അർത്ഥം പറഞ്ഞാൽ അസേർട്ട് ചെയ്യാം. അതായത് നമ്മളൊരു കാര്യം ഡിക്ലെയർ ചെയ്യുക, മേക്ക് ഔട്ട് ചെയ്ത്, ഇങ്ങനെ ഇതിൽ നിന്ന് മേക്ക് ഔട്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലോട്ട് എത്തിയെന്നൊരു അർത്ഥമില്ലേ, ആ ഒരു അർത്ഥവും കൂടെ മേക്ക് ഔട്ടിനുണ്ട്. എന്നാൽ ഞാൻ പിന്നെയും പറയുന്നു, ഇൻഫോർമൽ വേയിൽ ഇതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. വാട്ട് ഈസ് അനദർ മീനിങ്? അതിനെ കിസ് ചെയ്യുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. മേക്ക് ഔട്ട്, ഐ മെയ്ഡ് ഔട്ട് വിത്ത് ഹിം, ഐ മെയ്ഡ് ഔട്ട് വിത്ത് ഹെർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ആ സാധനം. അടുത്ത് നോക്കിയേ, കണ്ടന്റേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടന്റ് എന്ന് പറഞ്ഞ തന്നെ നൗണാണേ, പക്ഷെ കണ്ടന്റേഷൻ എന്ന് പറഞ്ഞൊരു നൗൺ വീണ്ടും വന്നു. അപ്പോൾ കണ്ടന്റേഷൻ ഒരു നൗൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കണ്ടന്റ് ഓൾറെഡി നൗണാണ്. ആ കണ്ടന്റ് ഞാൻ പറഞ്ഞു, കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ ആ കണ്ടന്റ് തന്നെയാണ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കണ്ടന്റ് അഡ്ജക്റ്റീവിനെ വീണ്ടും ടിഒനെ ഉപയോഗിച്ചിട്ട് അതിനെ നൗൺ ആക്കിയിട്ടാണ് ഈ കണ്ടന്റേഷൻ. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. കണ്ടന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾഫിൽമെന്റ് ഓഫ് എ ഡിസയർ അല്ലെ, നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സാധനം, സംതിങ് അല്ലെ. സ്റ്റേറ്റ് ദാറ്റ് സംതിങ് ദാറ്റ് ഹെൽപ്സ് യു ടു സാറ്റിസ്ഫൈ, ഹെൽപ്സ് യു ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സംതിങ്, അതിനെ നമുക്ക് പറയാം കണ്ടന്റേഷൻ എന്ന് പറയാം. അതായത് ഫുൾഫിൽമെന്റ് ഓഫ് എ ഡിസയർ ആണ് കേട്ടോ, ആലോചിച്ചോളാം. അടുത്ത് ഡു വിത്ത് സംതിങ് ഓർ ഡു വിത്ത് സംബഡി എന്ന് പറയും. ഡു വിത്ത് എന്ന് പറഞ്ഞ ഒരു ഫ്രേസൽ വേർബ് ആണ്. മീനിങ് ഇതാണ്, കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. SSCക്ക് ഒരു PYക്ക് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് എനിക്ക് തോന്നുന്നു MTSന്റെ PYക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡു വിത്തും ഒന്ന് ശ്രദ്ധിച്ചോണേ, ഡു വിത്തിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. സോ ഡു വിത്ത് എന്ന് പറഞ്ഞാൽ നീഡ് ഓർ വോണ്ട് സംബഡി ഓർ സംതിങ്. നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്, ഒരു ആളെ ആവശ്യമുണ്ട് എങ്കിൽ ദാറ്റ് ഇസ് ഡു വിത്ത്. ഐ വോണ്ട് ടു ഡു വിത്ത് ഹിം, ഐ വോണ്ട് ടു വേണ്ട, ഹാവ് യു ഡൺ വിത്ത് ഹിം, ആവശ്യം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കില്ല. ഡിസയർ ഓർ നീഡ് ഓർ വോണ്ട് ഓഫ് സംതിങ് ഓർ സംബഡി, അതിനാണ് ഡു വിത്ത് എന്ന് പറയാം കേട്ടോ, ഓർത്ത് വെച്ചോ. അടുത്തതൊരു ഫ്രേസ് ആണ്. ഞാൻ നമ്മുടെ ജെറണ്ടിന്റെ ക്ലാസ് പഠിപ്പിക്കും എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റ് ടു, ലുക്ക് ഫോർവേഡ് ടു, അക്കസ്റ്റം ടു, ബി യൂസ് ടു, അങ്ങനെ കുറേ ഫ്രേസസ് ഉണ്ട്. ലുക്ക് ഫോർവേഡ് ടു ഒക്കെ പറയില്ലേ, ആ ഫ്രേസുകൾക്ക് ശേഷം, പ്രപ്പോസൽ ഫ്രേസുകളാണ്, ആ ഫ്രേസുകൾക്ക് ശേഷം എപ്പോഴും ജെറണ്ട് ഓർ ഒബ്ജക്റ്റ് ആണ് വരേണ്ടതെന്ന് ഓർക്കണേ എന്ന് പറയും. അപ്പം ഞാനൊരു ദിവസം ഒബ്ജക്റ്റ് ഇട്ടപ്പോൾ പറഞ്ഞു ഒബ്ജക്റ്റ് ടു വേണം മിസ്, ഒബ്ജക്റ്റ് എന്ന് മാത്രം പോരെ. നമ്മളൊരു കാര്യം ഒബ്ജക്റ്റ് ചെയ്യുക എന്ന് പറയും. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ എന്നൊക്കെ പറയില്ലേ, ആ ഒബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ ഒബ്ജക്റ്റ് ടു സംതിങ് എന്താണ് നമ്മൾ ഫ്രേസ് ആയിട്ട് പറയാം. ദാറ്റ് ഈസ് റൈറ്റ് വേ ടു സേ കേട്ടോ. ഐ ഒബ്ജക്റ്റ് യുവർ ഡിസിഷൻ, ഐ ഒബ്ജക്റ്റ് യുവർ പ്രപ്പോസൽ എന്ന് പറയും. ഐ ഒബ്ജക്റ്റ് ടു യുവർ തോട്ട് പ്രോസസ് എന്നൊക്കെ പറയും കേട്ടോ. ഐ ഒബ്ജക്റ്റ് ടു യുവർ സ്പീക്കിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡിസപ്രൂവ് ഓഫ് എന്നാണ് ഒബ്ജക്റ്റ് ടു എന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥം ഓർത്തിരുന്നോളാം. ഫ്രേസിന്റെ അർത്ഥം. അടുത്തത് ക്ലാം ഡൗൺ. എപ്പോഴും നമ്മൾ പറയുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെ ക്ലാം ഡൗൺ ഉണ്ട്. ക്ലാം ഡൗൺ മീൻസ് സപ്രസ് ചെയ്യാം. നമ്മളൊരാളെ ഹിൻഡർ ചെയ്ത് അങ്ങ് അടിച്ചു ഇഞ്ചം പരുവാക്കി അങ്ങ് കണ്ടിട്ടില്ലേ, ഇഞ്ചം പരുവല്ലേ, ഇപ്പോൾ 2 ദിവസമായിട്ട് ഇഞ്ചം പരുവായി വരുന്നത്. ക്ലാം ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുക, നമ്മളൊരാളെ അണ്ടർമൈൻ ചെയ്തില്ലേ, സപ്രസ് ചെയ്ത് കളയാണ്, അതായത് നമ്മൾ ഡോമിനൻസ് സ്ഥാപിക്കുക, അതിനാണ് ക്ലാം ഡൗൺ എന്ന് പറയാം. ഓർത്തോണേ അത്. അടുത്ത ഹോൾഡ് അപ്പോ, ഒരാളെ ഹോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബെയർ ചെയ്യുക. നമ്മൾ ഒരാളെ താങ്ങുക, വഹിക്കുക ഓർ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് പറയാം ഹോൾഡ് അപ്പ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തത് പെർപെട്രേറ്റർ. എന്താണ് പെർപെട്രേറ്റർ?
വൺ വേർഡ് ആണ്. പെർപെട്രേറ്റർ മീൻസ് വൺ ഹു എക്സിക്യൂട്ട്സ് എ ഹാംഫുൾ ഇല്ലീഗൽ ആക്ട്. വളരെ ഇല്ലീഗൽ ആയിട്ടുള്ള വളരെ ഉപദ്രവകരമായ അല്ലെ ഒരു ആക്ട് നടത്തുന്ന ക്യാരി ഔട്ട് ചെയ്യുന്ന അങ്ങനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? Perpetrator. Who I think the police have found out. I think the police have found out the perpetrators of the case or of the murder. എന്ന് പറയാലോ, അതിനെ പെർപെട്രേറ്റർ എന്ന് പറയാം കേട്ടോ. ഈ കൃത്യം എക്സിക്യൂട്ട് ചെയ്തവർ അതിനെ. അടുത്ത് നോക്കിക്ക് പിള്ളേരെ, ഹോൾഡ് ബാക്ക്. ഹോൾഡ് ബാക്ക് ചെയ്യരുത്. ഡോണ്ട് ഹോൾഡ് ബാക്ക്. Rintu, don't hold back. Don't hesitate to speak something, to write something, to express something. Hold back ന് ഒരർത്ഥമുണ്ട്, ഹെസിറ്റേറ്റ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഹോൾഡ് ബാക്ക് ദ ഡിസിഷൻ, ഹോൾഡ് ബാക്ക് ദി പ്രപ്പോസൽ എന്നൊക്കെ പറയാം. പ്രിവെന്റ് ചെയ്യുക. ഒരു കാര്യം നടക്കാതിരിക്കാൻ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ ഹിൻഡർ ചെയ്യണം, ഇംപീഡ് ചെയ്യണം, അതിനും ഹോൾഡ് ബാക്ക് എന്ന് പറയാം. രണ്ടർത്ഥം ഓർത്ത് നോക്കുക ഹോൾഡ് ബാക്കിന്. ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യുക, ഒന്ന് മടിക്കുക, ഒരു മടി എടുക്കുക, ഒന്ന് മടിക്കുക. സോ ഡോണ്ട് ഹോൾഡ് ബാക്ക്, ഡോണ്ട് ഹോൾഡ് ബാക്ക്. വേണ്ട ഹോൾഡ് ബാക്ക് ചെയ്യല്ലേ എന്ന് പറയും, അത് പറയാം. അനദർ തിങ് ഇസ് പ്രിവെന്റ് സംതിങ് ഫ്രം ഹാപ്പനിങ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. റിമെമ്പർ ദാറ്റ്. ഓക്കെ പിള്ളേരെ? യാ. സോ ലെറ്റ്സ് മൂവ് ആൻഡ് ലെറ്റ് മീ ഗെറ്റ് യുവർ സെന്റൻസസ്. പുതിയ മൂവി ആർട്ടിക്കിൾ 19(1) അല്ലേ, നിത്യമേനൻ്റെ. ഞാനത് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിത്യമേനൻ ചെയ്യുന്ന മൂവികളൊക്കെ അങ്ങനത്തെയാണ്, ഞാൻ എപ്പോഴും ഓർക്കും. ഷീ റിയലി എന്താ പറയുക, ഫിൽറ്റേഴ്സ് മൂവീസ് ആൻഡ് ടേക്സ് ഗുഡ് മൂവീസ്. എപ്പോഴും ഞാൻ ഓർക്കും. നിത്യമേനൻ ചെയ്യുന്ന ഒരുപാട് മൂവിയൊക്കെ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ വളരെ നമുക്ക് എവിഡൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കപ്പെടുന്ന ഒരു ആളാണ് പുള്ളിക്കാരി. അവരുടെ മൂവി സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുക്കുന്ന മൂവീസ് ഭയങ്കര എന്താ പറയുക, നമ്മളെന്ന് ചിന്തിപ്പിക്കുന്ന മൂവീസാണ്. ആൻഡ് ദാറ്റ് ഇസ് ഗ്രേറ്റ്. എല്ലാം നല്ല മൂവീസാണ്. സോ ഐ ലൈക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരുടെ ആക്ടിങ്. ഭയങ്കര നമുക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് ഫീൽ ചെയ്യും. ഏത് ക്യാരക്ടറാണ് പുള്ളിക്കാരി എടുക്കുക, ആ ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള നടിമാരെ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള വളരെ ചുരുക്കമായ നടിമാരെ നമുക്ക് കാണാൻ പറ്റും. നിമിഷ സജയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ പറയുക, ആ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് നടിമാരുണ്ട് നമുക്ക് മലയാളത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പുതിയ നടിമാരായിട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. പഴയ നടിമാരെ ഒന്നും ഞാൻ നല്ലതെന്ന് പറയില്ല. കാരണം വെച്ചാൽ പഴയ നടിമാർ പക്ക ഫെമിനിറ്റി മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഒരു നടിമാരായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കാണാം എവറി സൈഡ് ഓഫ് എ വുമൺ കാണാൻ പറ്റും നമ്മുടെ മൂവീസിൽ. വളരെ റിയലിസ്റ്റിക് ആയി ഇപ്പോഴത്തെ മൂവി. ചിലർ പണ്ടത്തെ മൂവിയൊക്കെ വെച്ചും പണ്ടത്തെ പാട്ട് വെച്ചും, എന്ത് പണ്ടത്തെ പാട്ട്, പണ്ടത്തെ കാലത്ത് നസീറിൻ്റെ ഒക്കെ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ അതിൽ പക്ക നാടകീയമായ കുറച്ച് അവതരണമല്ലേ. മൂവീനെ മൂവിയായിട്ട് കാണാൻ പറ്റുന്ന. അപ്പോൾ ഒരു ദിവസം ഞാനിപ്പോഴും ഓർക്കണം, മമ്മൂട്ടി ഒരു തവണ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കണം. മമ്മൂട്ടിയുടെ ഇന്റർവ്യൂവിൽ മമ്മൂട്ടി പറഞ്ഞു, നമ്മളെപ്പോഴും പറയും പണ്ടത്തെ കാലമാണ് കാലം. എന്ത് പണ്ടത്തെ കാലം? പണ്ടത്തെ കാലത്ത് അത്ര ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിലെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മൾ കാണാൻ ശ്രമിക്കണം അല്ലേ. പുതിയ കാലം എന്ന് പറയും, പുതിയ കാലത്തിൽ ഒരുപാട് അപ്ഡേഷൻ വന്നു, മനുഷ്യന് ബോധം വെച്ച് തുടങ്ങി അല്ലെ, മനുഷ്യർ ചിന്തിച്ചു, പീപ്പിൾ സ്റ്റാർട്ടഡ് ഇവോൾവിങ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ദാറ്റ് ഇസ് സംതിങ് ഗുഡ്. ചേഞ്ച് ഇസ് ഗുഡ് എന്ന് പുള്ളി പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ് മെസ്സേജ് ടു ദി പീപ്പിൾ. എസ്പെഷ്യലി ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ അത് മമ്മൂട്ടിയെ പോലെ ഒരു മെഗാസ്റ്റാർ പറഞ്ഞാൽ എല്ലാവർക്കും അത് വലിയൊരു കാര്യമായിട്ടിരിക്കും. സോ ഐ റിയലി റെസ്പെക്ട് ദാറ്റ് തോട്ട് ഓഫ് ഹിം എന്ന് എനിക്ക് തോന്നി അന്ന്. അപ്പോൾ എനിവേസ് ഐ എം ജസ്റ്റ് ഷെയറിംഗ് ഇറ്റ് ടു യു. ഒന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ലെറ്റ്സ് മൂവ്. അപ്പം നമുക്ക് നോക്കാം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. സൂര്യന് ഇഷ്ടമാണ് ലിൻഡോയ്ക്ക്, കൊള്ളാം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കാര്യം ആണ് പറഞ്ഞു. ആദ്യ കാര്യം പറഞ്ഞു. ഓ ശരി നന്ദീഷ, അങ്ങനെ ഓക്കെ ശരിയാ. ഇപ്പോൾ ഒരു പുതിയൊരു ഇഷ്യൂ കിടക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും. ശരിയാണ് നന്ദീഷ, കറക്റ്റാ. Anaga, good morning. I slept after contentation. That is great. You didn't make out too well the first time you tried a face-to-face. Okay? All right. ഓക്കെ. എ ഫേസ് ടു ഫേസ് എന്ത്, അത് വേണം കേട്ടോ സനിത. എ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ, എ ഫേസ് ടു ഫേസ് ഡിസ്കഷൻ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. കാരണം അറിയോ, എ എന്ന് കൊടുത്തു, അപ്പോൾ ഒരു നൗൺ അവിടെ കൊടുക്കണം. എ ഫേസ് അല്ലല്ലോ, എ ഫേസ് ടു ഫേസ് എന്ത് എന്ന് കേട്ടോ കൊടുക്കണേ. അവിടെ ഒരു നൗൺ കൊടുക്കണേ. അഭിനയ, ഗുഡ് മോർണിംഗ്. ഐ വിൽ ഒബ്ജെക്ട് ടു വാട്ട് യു സേ ബട്ട് ഐ വിൽ ഫൈറ്റ് ടിൽ ഡെത്ത് for your right to say it. Very good നന്ദീഷ, എനിക്ക് ഇഷ്ടപ്പെട്ട സെൻറ്റൻസ് കൊള്ളാം. സൂപ്പർ. കണ്ടന്റ് ടു ഐസ് ആൻഡ് ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ്. ഐ ഓൾവേസ് ട്രൈ മൈ ബെസ്റ്റ് ടു ബി കണ്ടന്റേഷൻ. ടു ബി കണ്ടന്റേഷൻ ഇല്ല, ടു ബി കണ്ടന്റ്, അവിടെ കണ്ടന്റ് വരുള്ളൂ കേട്ടോ. ടു ബി കണ്ടന്റ് അവിടെ അഡ്ജക്റ്റീവ് വരത്തുള്ളൂ, അവിടെ കണ്ടന്റേഷൻ വരില്ല. ബി പ്ലസ് അങ്ങനെ ടു ബി വരുന്നിട്ട് അവിടെ കണ്ടന്റേഷൻ വരത്തില്ല. റിമെമ്പർ, ഐ ഓൾവേസ് ട്രൈ ടു ബി കണ്ടന്റ് വിത്ത് മൈ ഡ്രീം എന്ന് കൊടുക്കണം. അനുവിനിപ്പോൾ കുറച്ച് ഇന്നലെ കണ്ടല്ലേ, അനുവിനിപ്പോൾ കുറച്ചായി. അനുവല്ലായിരുന്നു എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അനുവല്ലായിരുന്നു എന്നോട് പറഞ്ഞു എസ് എസ് സിക്കൊക്കെ പഠിക്കാനുള്ള ചാൻസ് കിട്ടുമ്പോൾ പഠിക്കും പിള്ളേരെ, അല്ലെങ്കിൽ ഏജ് ഓവർ ആവുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അന്നെ ഇടയ്ക്ക് ഇപ്പോൾ കാണാറുള്ളൂ. ഷീ ജസ്റ്റ് മാനേജ് ടു ഹോൾഡ് ബാക്ക് ഹർ ആങ്കർ. ദാറ്റ്സ് ഗ്രേറ്റ്. ക്ലാമ്പിംഗ് ഡൗൺ ഇമോഷൻസ് ലീഡ്സ് ടു ഡിസീസസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഡോണ്ട് ഹോൾഡ് ബാക്ക് യുവർ ഡ്രീംസ്. ദാറ്റ്സ് എ വെരി റെലവൻറ്റ് പോയിന്റ്. അപ്പോൾ ചിപ്പി വീണ്ടും വന്നു. ഇപ്പോഴും ഞാൻ ചിപ്പിനെ കണ്ടേട്ടോ. ചിപ്പി ഓക്കെ ആയോ? സൂപ്പറായില്ലെങ്കിലും യു ആർ ഗെറ്റിംഗ് ബെറ്റർ ഐ ഗെസ്. സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. Revolt of 1857 was clamped down completely by the British by 1859. Great. Yes. അത് തന്നെ. Britishers clamped down this Santhal rebellion. Yes.
Kerala HC directs police to take stringent action against perpetrators. Yes. The school should clamp down on students who cut classes. Yeah. The commendable even made out the government to clamp down the project. That's great. Please make out a bill for these stationery. ഓക്കെ, ദീസ് സ്റ്റേഷനറി പറയില്ല മിഥുനെ. സ്റ്റേഷനറി നീ ഉദ്ദേശിച്ച് കറക്റ്റ് ആണ്, പലചരക്ക്. പക്ഷേ ദീസ് എന്ന് പറയില്ല, കാരണം അത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ ഇവ എന്നതിന് പറയരുതേ, നീ എന്ത് കൊടുക്കണം? ദിസ് സ്റ്റേഷനറി. ദീസ് എന്ന് പറഞ്ഞാൽ ദിസിന്റെ പ്ലൂറൽ ആണ്. ദിസ് ഇത്, ദീസ് ഇവ ആണ്, ദാറ്റ് അത്, ദോസ് അവ. അപ്പൊ നീ എന്ത് കൊടുക്കണം? സിംഗുലർ കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. ഡിറ്റർമിനറും നമ്മളെ ഫാക്റ്റ് ആണ്. ഇപ്പൊ മെനിയുടെ കൂടെ പ്ലൂറൽ നൗൺ അല്ലേ കൊടുക്കുള്ളൂ. മച്ചിന്റെ കൂടെ നമ്മൾ സിംഗുലർ നൗൺ, അത് അൺകൗണ്ടബിൾ നൗൺ കൊടുക്കണ്ടേ? അപ്പൊ അൺകൗണ്ടബിൾ നൗൺ ആണ് ഈ പറഞ്ഞ സ്റ്റേഷനറി. നീ കൊടുത്തു ദിസ് സ്റ്റേഷനറി കൊടുത്തു, ദാറ്റ് ഇസ് റൈറ്റ്. കേട്ടോ? ഗവൺമെന്റ് ക്ലാംസ് ഡൗൺ ഓൺ ഡൈവേർഷൻ ഓഫ് subsidized fertilizers. Great. After the tussle between she parted with him and walked away. After the tussle between ആര് എന്ന് കൊടുക്കണമല്ലോ ഷമ്മാസേ, കാരണം between is a preposition. preposition കഴിഞ്ഞ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? After the tussle between them എന്ന് കൊടുത്തോ. After the tussle between the partners, after the tussle between the couple, she parted, comma കൊടുക്കാൻ, എന്നിട്ട് she parted with him and walked away കൊടുക്കണം കേട്ടോ. Before independence, British people clamped down Indians. Yes. After independence, some politicians are clamping down Indian citizens. Of course. ആണ് ഷൈനി അല്ലേ? സ്ഥിരം എന്താ പറയാ, അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു, ഇന്ന് കുറച്ച് പൊളിറ്റീഷ്യന്മാരാണ്. അത്രേ ഉള്ളൂ അല്ലേ? അല്പനർദ്ധം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കുമെന്ന് പറയും. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ത്വരയാ, എന്താ പറയാ, ഒരു ത്വര എന്ന് പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു അഡിക്ഷനാണ് അതിനോട്. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാ പറയുന്നത്. ഇറ്റ്സ് എ സെയിങ്. ഒരു പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു. പവർ എന്ന് പറയുന്നത് ഇറ്റ് കറപ്റ്റ്സ്, ഉറപ്പായിട്ടും അധികാരം നമ്മളെ കറപ്റ്റ് ആക്കും. ആൻഡ് അബ്സല്യൂട്ട് പവർ, നല്ല പവർ ആണെങ്കിലോ കംപ്ലീറ്റ് പവർ ആണെങ്കിലോ ഇറ്റ് കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി, മൊത്തത്തിൽ കറപ്റ്റ് ചെയ്ത് കളയാൻ ഒരു ചാൻസ് ഉള്ള ഒരു സാധനമാണിത്. ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് മൂവ്. നോക്കട്ടെ, അടുത്ത് നോക്കട്ടെ. The condemnation made me awake all over the night. That's great. Governor of Kerala objects to promulgation of ordinances. Okay. The government hold back the fund for the road construction. Anube, hold in the past tense കൊടുക്കുക, government held back കൊടുക്കുക. അല്ലെങ്കിൽ ഹോൾഡിന് ശേഷം സിംഗുലർ കൊടുക്കണം, ബിക്കോസ് the government is singular now, subject ആണ്, സിംഗുലർ verb കൊടുത്തേ holds back എന്ന് കൊടുക്കണം കേട്ടോ. Yes. Society objects the trend of new gens. Society objects to, ഞാൻ പറഞ്ഞില്ലേ ടു കൊടുക്കടാ, അതൊരു ഫ്രേസാ. Society objects to. I object your honor എന്ന് പറയുന്നത് is പറച്ചിൽ, it's okay, but അതിന് ടു വേണം കൊടുക്കണം. Remember that കേട്ടോ. She went on saying that she was done with him. That's great. I'm not sure your mortal body will hold up much longer down here. All right. Yes ma'am, busy with ഗ്രേറ്റ് കിച്ചൺ. അന്നും അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ് കിച്ചൺ അല്ലേ, അടിപൊളി. വീട്ടിലല്ലേ എന്താ കുട്ടികളും പരിവട്ടം അല്ലേ, പരിവട്ടവും അത് ആ സാധനം അല്ലേ, സംതിങ് ലൈക്ക് ദാറ്റ്. യെസ്, ദം ടൈപ്പോ ടൈപ്പോ ആണോ? ഇറ്റ്സ് ഓക്കെ ഷമാസ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. പിന്നെ എല്ലാവരോടും എനിക്കൊരു കാര്യം അഡ്മിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ വാസ് എ വെരി ഹെക്ടിക് ആൻഡ് ബിസി ഡേ ഫോർ മീ. ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സൂം ഇവന്റ് വന്നു. 9 മണിക്ക് ഞാനും ഷഫീഖ് സാറും ഗ്രീഷ്മ മിസ്സും 10th പ്രിലിംസിലെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു സൂം ഇവന്റ് കണ്ടക്ട് ചെയ്തായിരുന്നു. സോ ദാറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് വൺ. അതുവരെ അതിന് തൊട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കും RC റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു സെഷൻ ഞാൻ 9 മണി വരെ ചെയ്ത് ഇറങ്ങിയപ്പോഴേക്കും അടുത്ത സൂം ഇവന്റ് വന്നു. അപ്പോൾ 10 മണിയായി ഞാൻ ഇറങ്ങിയിട്ട്. പിന്നെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, മെസ്സേജ് ചെക്ക് ചെയ്യാൻ പോലും കിട്ടില്ല. എനിക്ക് കുറച്ച് പേരുടെ മെസ്സേജൊക്കെ ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ക്വിസ് പോലും ചെയ്യാനുള്ളൊരു ബോധം അതിനുള്ളൊരു അവസ്ഥയല്ലായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് നമ്മുടെ ചാനലിൽ ക്വിസ് ഇടാതിരുന്നത്. അപ്പോൾ ആരെങ്കിലും ക്വിസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ ടെൽ യു, ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ചില ദിവസങ്ങൾ ഭയങ്കര ബിസിയാവും. ദ ഡേ റിയലി മേക്സ് മീ നത്തിങ് ആക്കി മാറ്റുമ്പോൾ ഐ ഫീൽ നോട്ട് ടു ഡു എനിത്തിങ് എന്നൊരു അവസ്ഥയിലെത്തും. ബട്ട് എന്നാലും കുറച്ച് പേർക്കൊക്കെ ഞാൻ എനിക്കിതൊന്ന് മെസ്സേജ് അയച്ചു, റിപ്ലൈ കൊടുത്തു എന്നൊക്കെ വിചാരിക്കുന്നു. ബാക്കിയുള്ളവരുടെ മെസ്സേജ് ഇന്ന് ഞാൻ ക്ലിയർ ഔട്ട് ചെയ്യാം. സോ റിമെമ്പർ, ഞാൻ ഐ എം ഇൻ ടച്ച്, ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഐ ഗിവ് യു ദ റിപ്ലൈ കേട്ടോ. യെസ്, ഐ എം ഹോൾഡിംഗ് അപ്പ് വിത്ത് കുഞ്ചാക്കോ ബോബൻസ് ന്യൂ മൂവീസ് ടാഗ്ലൈൻ അബൌട്ട് റോഡ്സ്. സത്യമല്ലേ, അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റുമില്ല. റോഡിൽ കുഴികളുണ്ടെന്ന് വെച്ചാൽ കുഴികളുണ്ട്, ഇല്ല എന്ന് അല്ലേ. കണ്ണടിച്ചിട്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പൂച്ചയെ പോലെ കണ്ണടിച്ച് പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പൂച്ചയെ കാണാം, പൂച്ച പാൽ കുടിക്കുവാന്നല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഇഷ്യൂ വന്നു. ഒരു പോലീസുകാരൻ കണ്ടായിരുന്നോ? വലിയ ന്യൂസാ. ഒരു പോലീസുകാരൻ കുഴി വീണപ്പോൾ വലിയ ന്യൂസ്. അപ്പോൾ സാധാരണക്കാരൻ വീണ് മരിച്ചപ്പോൾ ഒന്നും ആർക്കും ഒന്നുമല്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ അധോഗതി. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇതും കണക്ട് ചെയ്യും. ഞാൻ ഇത് കണക്ട് ചെയ്യും വിത്ത് അവർ നമ്മുടെ ഇവിടെ ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കുക, വി ആർ ലിവിങ് ഇൻ എ സ്വതന്ത്ര ഇന്ത്യ. എപ്പോൾ എവിടെ? ഹരി ഗുഡ് മോർണിംഗ് ശ്രീദേവി. ഹരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് ചിപ്പി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നതാണ്. ലെറ്റ്സ് വെൽക്കം ചിപ്പി ബാക്ക് അല്ലേ. ചിപ്പി ബാക്ക് വിത്ത് എന്താ പറയാ, ബാക്ക് വിത്ത് പവർ അല്ലേ. ഐ എം ഡൺ വിത്ത് മൈ സ്ലീപ്പ്, ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. ആണ് എണീക്കണം മോനെ അല്ലേ. റൈസ് ആൻഡ് ഷൈൻ. ദ ഗവർണർ ഒബ്ജക്റ്റഡ് ടു സൈൻ
അതാ പോസിറ്റീവ് സാഹമീഡിയ ഒബ്ജക്റ്റഡ് ടു കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് അല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫിനിറ്റീവ്. ഒബ്ജക്റ്റീവ് ടു ഇസ് എ പ്രിപ്പോസിഷൻ. അതിലൊരു ഒബ്ജക്റ്റ് എന്റെ വേർബിന്റെ ശേഷമുള്ള ടു എന്ന പ്രിപ്പോസിഷൻ ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് തിരുത്താൻ. ശ്രദ്ധിച്ചോളെ. ദ ഗവൺമെന്റ് ഒബ്ജക്റ്റഡ് ടു കഴിഞ്ഞിട്ട് ജെറണ്ട് വരണം ഓർ എനി ഒബ്ജക്റ്റ്. അപ്പൊ നോക്കിയേ, ദ ഗവൺമെന്റ് ഒബ്ജക്റ്റഡ് ടു സൈനിങ് ദ ന്യൂ ബിൽ ഓഫ് ഗവൺമെന്റ്. ഇന്ത വേണ്ട, സൈനിങ് ദ ന്യൂ ബിൽ ഓഫ് ഗവൺമെന്റ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ദ ഗവൺമെന്റ് ഒബ്ജക്റ്റഡ് ടു ദ ന്യൂ ബിൽ എന്ന് പറയാം. മനസ്സിലായോ? ഒബ്ജക്റ്റ് ടു ഞാൻ പറയാം, ഒബ്ജക്റ്റ് ടു, സബ്ജക്റ്റ് ടു, ഓൺ അക്കൗണ്ട് ഓഫ്, അതുപോലെ നമ്മുടെ ലുക്ക് ഫോർവേഡ് ടു, ബി യൂസ് ടു, അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ജെറണ്ട് ഓർ ഒബ്ജക്റ്റ് വരണം. ജെറണ്ട് ഒബ്ജക്റ്റ് ആണല്ലോ ജെറണ്ട്, ബിക്കോസ് വെർബൽ നൗൺ അല്ലേ, അത് ഓർക്കാം കേട്ടോ. യെസ്. ഷീ ഗോട്ട് ഹെൽഡ് അപ്പ് അറ്റ് വർക്ക്. യെസ്. ഷീ ഹെൽഡ് ബാക്ക് himself from participating in the war. Good. Nandana, good morning. Her husband's promising to hold up her in this situation convinced her. Very good. Use of narcotics should strictly clamp down from all the schools in Kerala. Yes. സത്യമാണല്ലേ, കുറച്ച് കൂടുന്നുണ്ട്. നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ഗെയിം. മോഹൻലാൽ പറഞ്ഞ എത്ര കറക്റ്റാ? നോട്ട് മോഹൻലാൽ, ലൂസിഫർ പറഞ്ഞത്. The central government had given object to the Silver Line project. Yes. ചിപ്പി ഈസ് ബാക്ക് വിത്ത് എ ബാങ്. ആണോന്നോ? പിന്നല്ല. അയ്യോ ചിപ്പി, എത്ര ഫാൻസ് ഒക്കെ. ചിപ്പി ഈസ് ലൈക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അക്ക മാവേലിയാണല്ലേ? അല്ലല്ല, ചിപ്പി വാസ് എ റെഗുലർ പേഴ്സൺ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടാണ് അങ്ങനെ ചിപ്പിനെ മാവേലിയൊക്കെ ഞാൻ സമ്മതിക്കില്ല. വാട്ട് ഹാവ് യു ഡൺ വിത്ത് മൈ അംബ്രല്ല? നീ എന്നെ കാണിച്ചല്ലേ എൻ്റെ അംബ്രല്ല വെച്ചു? ദാറ്റ്സ് ഗ്രേറ്റ്. ചിപ്പി കെയിം ബാക്ക് വിത്ത് ജിൽ ലൈക്ക് മാം. ശ്രീദേവി, എനിക്കത് പറയാനാണ് ഇഷ്ടം. ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട, അത് പറഞ്ഞ് നിങ്ങൾ എന്നെ എന്ത് വിചാരിക്കും? Jalil holds up the anti-national thoughts without any shame. പിന്നല്ല. ലെറ്റ്സ് മൂവ് പീപ്പിൾ, ലെറ്റ്സ് മൂവ്. ഇന്ന് നമുക്ക് 17% ഡിസ്കൗണ്ട് ഉള്ളവരെ മറക്കണ്ട. നമ്മുടെ കോഡ്, ഡിസ്കൗണ്ട് കോഡ് ഏതാ? Y314. Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സിനും 17% ഡിസ്കൗണ്ടിൽ അവൈൽ ചെയ്യാൻ പറ്റും. 3150 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ക്ലാസ് കിട്ടും. സുപ്രീം കോർട്ടിന്റെ ക്ലാസിന്റെ പ്രത്യേകത എന്താ? ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. ജൂലൈ 14 തുടങ്ങി ടെസ്റ്റ് സീരീസും ഈ ബുക്കും ഒക്കെ അതിനോട് അവൈലബിൾ. ഓൾ ഇൻ വൺ പാക്ക് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. നമുക്ക് സുപ്രീം കോടതി ടെസ്റ്റിന് എന്തായാലും ക്ലിയർ ചെയ്ത് പറ്റും കേട്ടോ. അത് നമ്മുടെ ഒരു അഭിമാനമാണ്, അഭിമാന പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് SSCയുടെ ഇപ്പോൾ ഞാൻ ഇന്നൊരു നോട്ടിഫിക്കേഷൻ എന്തായാലും വരുമായിരിക്കും. കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഓഗസ്റ്റ് മാസം ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരും പിള്ളേരെ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡസ് ദാറ്റ് റിംഗ് ഇൻ ബെൽസ്? ഓർക്കുന്നുണ്ടോ? അത് വന്നു ഇന്നലെ വൈകിട്ടാണ് വന്നത്. അതുകൊണ്ട് ഐ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ചെയ്യും, സമയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരാൾ ചെയ്യും. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ എഞ്ചിനീയറിന്റെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ജൂനിയർ എഞ്ചിനീയർ കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് കഴിയുമ്പോൾ CGL വിളിക്കും, പിന്നെ CHSL, MTS അങ്ങനെ പോകും. സംഭവം അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും കോർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഫൗണ്ടേഷൻ ബാച്ച്, കംപ്ലീറ്റ് ബാച്ചാണ് CGL, CHSL, MTSL. ജൂലൈ 1 മുതൽ ക്ലാസ് തുടങ്ങി. ഓരോ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി. ഇത്തവണത്തെ സെൻട്രൽ എക്സാംസിൽ ഒന്നും വിട്ടുകളയത് അപ്ലൈ ചെയ്തോ അറ്റൻഡ് ചെയ്തോ നമുക്ക് ചാൻസസ് ഹയർ ടു ഗെറ്റ് ഇൻ ടു ദ ലിസ്റ്റ് കേട്ടോ. അപ്പോൾ 3 മണിക്കും 6:30ക്കും 2-1.5 മണിക്കൂർ ക്ലാസ്സുകൾ ഇതിനുള്ളത് നമ്മുടെ ബാച്ചിന്. തിങ്കളാഴ്ചയുണ്ട്, ബുധനാഴ്ചയുണ്ട്, വെള്ളി ആൻഡ് ശനി. ഈ ദിവസങ്ങൾ 4 ദിവസങ്ങളാണ് നമുക്ക് ക്ലാസ്സുകളുള്ളത്. 2350 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും കേട്ടോ. ഈ ഒരു റേഞ്ചിൽ അതിന് താഴെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 200 സംതിങ് ആയെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെ പ്രൈസ് ഡൗൺ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട, Y314. നമുക്ക് പഠിക്കാം, ഉഷാറായിട്ട് മുന്നോട്ട് പോകും, ജോലി മേടിക്കാം. അപ്പോൾ വേർഡ്സിലോട്ട് പോകും. ആദ്യത്തെ വേർഡ് പിടിച്ചോ, ക്വാഷ്. എന്നാണ് ക്വാഷ്? ക്വാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ, അത് ഞങ്ങൾ ചവിട്ടി അരയ്ക്കാന്നൊക്കെ പറയില്ലേ, അതാണ് ക്വാഷിയ പറയാം. സോ ക്വാഷിയ എന്ന് പറഞ്ഞാൽ ലിറ്ററലി അതിന്റെ അർത്ഥം ഇതാണ്: ക്യാൻസൽ ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, റെസിൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യുക. റിവോക്ക് എന്നൊക്കെ പറയില്ല, ഇതെല്ലാം കേട്ടോ. ക്വാഷിയ, ക്യാൻസൽ ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, റിസിൻഡ് ചെയ്യുക, റിപ്പീൽ ചെയ്യുക, റിവോക്ക് ചെയ്യുക, അതൊക്കെയാണ് ക്വാഷ് എന്ന വേർബിന്റെ അർത്ഥം. ഓർത്തോണം. അടുത്തത് ഇസ് എ വേർബ് ആൻഡ് ആൻ അഡ്ജക്റ്റീവ്. ഒരു വേർബുമാണ്, അഡ്ജക്റ്റീവാണ്. സ്പെയർ നൗണുമാണ്. അറിയാലോ. ഡു യു ഹാവ് എ സ്പെയർ? നിനക്കൊരു സ്പെയർ കയ്യിലുണ്ടോ? ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഞാനും ചാച്ചനും അനിയത്തിമാരും അമ്മച്ചിയും ഉള്ള കാലത്ത് ഞങ്ങളൊരു സമയത്ത് ഞങ്ങൾ ചുമ്മാ, ഞാൻ പറഞ്ഞില്ലേ പുൽപ്പള്ളി, ഞങ്ങൾ ചുമ്മാ ഡ്രൈവിന് പോകും. അപ്പം ഞങ്ങളിങ്ങനെ പോയി എവിടെ പോയിച്ചാൽ ഞങ്ങളിങ്ങനെ പോയി നമ്മുടെ ഗുണ്ടിൽപേട്ട് പോയി. അങ്ങനെ വന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. തമിഴ്നാട്, നമ്മൾ വയനാടിൻ്റെ ഒരു പ്രത്യേകത, വയനാട് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയായിട്ട് ബോർഡർ ഷെയർ. അപ്പം നമ്മൾ പോയത് കർണാടക വഴി, ബന്ദിപ്പൂർ അങ്ങനെ എല്ലാം പോയി സംഭവമായി. ഗുണ്ടിൽപേട്ട് ആ വഴി പോയിട്ട് ബന്ദിപ്പൂരൊക്കെ ചുറ്റി പയ്യെ വന്ന് അപ്പുറം വഴി തിരിഞ്ഞ് തമിഴ്നാടിൻ്റെ ബോർഡറിൽ ആ വഴി വന്ന് ഞങ്ങൾ ആ വഴി വന്ന്, അതിൻ്റെ പേര് മറന്നുപോയല്ലോ, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, ആ ഫോറസ്റ്റിൻ്റെ പേര് മറന്നുപോയി. ആ സ്ഥലം വഴി വന്ന് തിരിച്ചു വരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഡ്രൈവിന് പോയി. അപ്പോൾ ഒരു പറ്റു പിള്ളേരെ എന്താ വെച്ചാൽ, ഫോറസ്റ്റിൽ നമുക്ക് നിർത്താൻ പറ്റില്ല, വണ്ടി നിർത്താൻ പാടില്ല. യു ക്യാൻ സ്ലോ ഡൗൺ ബിക്കോസ് ആനിമൽസ് ആർ ക്രോസിങ്, അതുകൊണ്ട്. പക്ഷേ അല്ലാതെ നമുക്ക് നിർത്താൻ പാടില്ല, ഇറ്റ്സ് എഗൻസ്റ്റ് റൂളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ വണ്ടി നിന്നുപോയി. ചാച്ചൻ വാസ് ഓൺലി ദെയർ. ആ സമയത്ത് ഞങ്ങളാരും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല.
അപ്പോൾ അല്ലാണ്ടൊരു ചാച്ചൻ മാത്രമേ ഉള്ളൂ, ചാച്ചൻ മീൻസ് ഗ്രാൻഡ് ഫാദർ കേട്ടോ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ വണ്ടി നിന്നുപോയി, ഇറ്റ്സ് ലൈക്ക് സ്പെയർ ഒന്നുമില്ല, ഞങ്ങളുടെ സ്പെയറും ഇല്ല, സ്പെയർ ഇല്ല. അപ്പോൾ ആകെപ്പാടെ വണ്ടി പഞ്ചറാണ്, ടയർ പഞ്ചറായി. സാധാരണ ഞങ്ങളെല്ലാം അപ് ടു ഡേറ്റ് പ്ലാനിങ്ങിൻ്റെ ആൾക്കാരാണ്, പക്ഷെ അതെന്തോ പറ്റില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ആകെപ്പാടെ പെട്ടു. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കർണാടകയിൽ നിന്ന് വരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നേ, അവർക്ക് നമ്മുടെ ഭാഷ പോലും അറിയില്ല, പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, അവർ വന്ന് ഹെൽപ്പ് ചെയ്തു. സോ ഇപ്പോഴും ഞാനത് മറക്കില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് മനുഷ്യരെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഓൾവേസ് സീ ദാറ്റ് പോസിറ്റിവിറ്റി ഇൻ പീപ്പിൾ. എനിക്ക് എപ്പോഴും മനസ്സിലാവും, നമ്മൾ ഒരുപാട് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു മനുഷ്യനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വേറൊരു മനുഷ്യൻ ഹെൽപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു മനുഷ്യരുടെ ഒരു ബന്ധം, അതാണ് മനുഷ്യർക്ക് ദൈവം കൊടുത്തേക്കുന്നത്. നമ്മൾ പറയില്ലേ ഈശ്വരൻ, ദൈവം, നിങ്ങളെല്ലാവരും എന്താ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് മനുഷ്യന് എന്തോ ഒരു വിവേചന ശക്തി എന്ന് പറയുന്ന ഒരു സാധനം ആ പടച്ചവൻ അല്ലെ കൊടുത്തിട്ടുണ്ട്, അല്ലെ ഉടയമ്പ്രാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അറിയില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്, ഒരു ശക്തി ഉണ്ടത്. ഇറ്റ് ഹാസ് എ പവർ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്പെയർ പറഞ്ഞപ്പോൾ എനിക്ക് ആ സ്പെയർ ഓർമ്മ എപ്പോഴും ഞാൻ ഓർമ്മ വരും. എൻ്റെ ലൈഫിൽ എന്നും ഒരു മുതൽക്കൂട്ടായിട്ട് ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു ഓർമ്മയാണത്. ഭയങ്കര ഒരു അനുഭവം കിട്ടിയൊരു ഇതാണ് ആ കർണാടകക്കാർ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഭയങ്കര ആ ഭാഷ പോലും അറിയില്ല, അതാണ് വേറൊരു രസം. അപ്പോൾ സ്പെയർ ആൻഡ് ദെൻ വേർബായിട്ട് സ്പെയർ ഉപയോഗിക്കും. അഫോർഡ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഐ കുഡ് നോട്ട് സ്പെയർ ഇറ്റ്, ഐ കെ നോട്ട് സ്പെയർ. എടാ എൻ്റെ കയ്യിൽ ഇല്ലടാ, അത്ര പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല നമ്മൾ പറയില്ലേ, ഐ കുഡ് സ്പെയർ ദാറ്റ് മച്ച് അമൗണ്ട്. എനിക്ക് അത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയില്ല. അതാണ് സ്പെയർ എന്ന വേർബിൻ്റെ മീനിങ്. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ സ്പെയർ സംതിങ് എന്ന് പറഞ്ഞാൽ റിഫ്രെയിൻ ചെയ്യുക കേട്ടോ. വേറൊരു അടുത്തും കൂടെ ഉണ്ട് സ്പെയർ, സോറി അഡ്ജക്റ്റീവ് അല്ല, സ്പെയർ ആയിട്ട് നമ്മൾ അഡ്ജക്റ്റീവായിട്ടും പറയും, പക്ഷെ അതിൻ്റെ മീനിങ് ഇത് തന്നെയാണ്, അഫോർഡബിൾ എന്ന രീതിയിലാണ് ഒക്കെയാണ്. പക്ഷേ ഇതാ ഒരർത്ഥം കൊണ്ടുണ്ട് വേർബായിട്ട് അതിന് റിഫ്രെയിൻ ചെയ്യുക ഓർ പാർഡൻ ചെയ്യുക, ഒഴിവാക്കി വിടുക കേട്ടോ. അതിനെ ഒഴിവാക്കി, അതിൽ നിന്ന് ഒഴിവാക്കി അങ്ങ് നിൽക്കുക, അല്ലെങ്കിൽ അവനങ്ങ് സ്പെയർ ചെയ്തേക്കാം, ലെറ്റ് സ്പെയർ ഹിം, അവനെ ഇത്തവണത്തേക്ക് വിട്ടേക്കാം, ക്ഷമിച്ചേക്കാം, അവനെ പുറത്ത് വിട്ടേക്കാം അവനോട് എന്നൊരർത്ഥം കൂടി ഉണ്ട്. വേർബിൻ്റെ രണ്ട് മീനിങ് ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കണേ. അഡ്ജക്റ്റീവായിട്ട് അത് ഉപയോഗിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതേ മീനിങ് തന്നെ അവിടെ ഞാനത് എഴുതിയിട്ടില്ല. പ്ലീസ് ഓക്കെ, പ്ലീസ് ലുക്ക് അറ്റ് ദാറ്റ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. നാഗർഹോള അല്ല കേട്ടോ, നാഗർഹോള അല്ല, വേറെ ഒരു സാധനം ഞാൻ പേര് മറന്നു. എന്തോ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടും ഞാൻ പറഞ്ഞുതരാം. എവിടെയോ ഫിഫ വേൾഡ് കപ്പ് സ്റ്റേഡിയം വിൽ ഹോൾഡ് അപ്പ് 40,000 people. That's great. Yes. Lovers become a perpetrator after breakup nowadays. Lovers become perpetrators. Lovers perpetrators ആയി മാറുന്നതാണ്. എ പെർപെട്രേറ്റർ പറയില്ല കേട്ടോ അമനൂപേ. Lovers become perpetrators എന്ന് പറയണം കേട്ടോ. Government tries to hold back the movies that put forward something which clamp down the activities of government. Yes, I could do with a nice cup of tea right now. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഞാൻ ഇടയ്ക്ക് പറയും നമുക്കൊരു ചായ കുടിക്കാം, ചായ കുടിച്ചാൽ ഐ വിൽ ബി സോ ഹാപ്പി. ഐ എം എ ചായ പേഴ്സൺ, ഐ പ്രിഫർ ടീ ടു കോഫി. അത് സോ ഐ റിയലി ലൈക്ക് ദാറ്റ്. സൂമി മൂവി, സൂമി എന്നാണ് അവിടെ, അത് മലയാളത്തിൽ പറയടാ, അന്ന് താൻ പോയി കേസ് കൊടു അല്ലേ. പോയിന്റ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് വാസ് പ്ലോട്ടഡ് ഇൻ ജനഗണമന മൂവി. ഓക്കെ, അതാണല്ലേ ആ ഒരു പ്ലോട്ടാ അല്ലേ. ചിപ്പി, ഹൗ ഡു ഫീൽ നൗ? സെന്റൻസ് അല്ലായിരുന്നോ? എൻ്റെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു ചിപ്പി സെന്റൻസ് ആണെന്ന് വെച്ചാൽ ഞാൻ വായിച്ചുവിടാ. എൻ്റെ ഹരി, നിന്നെ കൂടെ ഞാൻ തോറ്റു. അല്ലല്ല, മുത്തങ്ങയാണ്. മുത്തങ്ങ അല്ലേടാ, മുത്തങ്ങ ഏതെവിടെയാ? ഇവിടെ അല്ലേടാ, മുത്തങ്ങ മൈസൂറിൻ്റെ ഭാഗമല്ലേടാ. ഞാൻ പറഞ്ഞു മുത്തങ്ങയെന്ന് അങ്ങനെ പോയി, നമ്മൾ മുത്തങ്ങ നേരെ പോയി അവിടെ വന്നിട്ട് തിരിച്ച് ഇവിടെ കൂടെ വരില്ല, തമിഴ്നാട്ടിൻ്റെ ഇതിലൂടെ വരില്ല. സ്ഥലപ്പേര് ഞാൻ മറന്നു. എന്താ പറയാ, മറന്നുപോയി. ഞാൻ ശരിയാക്കി തരാം, അത് ഞാൻ എന്തായാലും ശരിയാക്കി തരാം. ഷീ സ്ക്വാഷ്ഡ് ഓൾ ഹർ പ്ലാൻസ് ഡ്യൂ ടു സം അൺഎക്സ്പെക്ടഡ് ഫിനാൻഷ്യൽ ഡിലമ. ഇപ്പം എനിക്ക് ആ സ്ഥലപ്പേര് മറന്നു. ഞാൻ സ്ഥലങ്ങൾ പെട്ടെന്ന് പഠിക്കുന്ന ആളാണ്, എനിക്ക് റൂട്ടൊക്കെ പെട്ടെന്ന് പഠിക്കും. സ്ഥലപ്പേര് മറന്നു എന്നല്ല ചാച്ചനോട് പറഞ്ഞാൽ ചാച്ചനെ പേര് തലക്കെട്ട് ഒരു അടി വെച്ചു മറന്നുപോയി നീ എന്ന് ചോദിക്കും. കാരണം പുള്ളിക്കാരൻ ഈസ് സോ കൺസേൺ. സ്ഥലവും അങ്ങനെ ഭയങ്കര സ്ഥലങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ല, പുള്ളിയിൽ നിന്നാണ് ഇതെനിക്ക് കിട്ടിയേക്കണേ. സത്യമംഗലം ഫോറസ്റ്റ് അല്ല, വീരപ്പന്റെ സത്യമംഗലം കാടല്ല. ഇഫ് യു കുഡ് സ്പെയർ എ കപ്പ് ഓഫ് ഷുഗർ ഇറ്റ് വുഡ് സേവ് മീ എ ട്രിപ്പ് ടു ദ സ്റ്റോർ. ദാറ്റ് ഇസ് ഗ്രേറ്റ് സനിത, ദാറ്റ്സ് ഗ്രേറ്റ്. ബിലീവ് ഇൻ ഹ്യൂമാനിറ്റി, ഓഫ് കോഴ്സ് ഐ ഡു ബിലീവ് ഇൻ ഇറ്റ്. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ദ മിനിസ്റ്റർ റെസെന്റഡ് ഹിസ് പ്ലാൻ ടു റിഡ്യൂസ് ഹിസ് എക്സ്പെൻസസ്. ഗ്രേറ്റ്. The exams are being crashed due to heavy rainfall. ആണ്. Okay. Spare is ma'am's favorite word, so as ours. അടിപൊളി. Spare when you're young and spend when you're old. ശരിയാണ് അല്ലേ. സമ്പത്ത് കാലത്ത് തൈബത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം അല്ലേ. അത് തന്നെ സത്യം. ഇപ്പൊ ആരോഗ്യമുള്ളപ്പോൾ ചെയ്ത വയസ്സാകുമ്പോൾ ദുഃഖിക്കേണ്ട അല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഓൾഡ് ഏജ് ഹോമിൽ പോകുന്ന ഗ്രാൻഡ് പേരൻസും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഓർ നിങ്ങളുടെ അപ്പനും ഒക്കെ ആണെങ്കിൽ, അപ്പനമ്മമാരാണെങ്കിൽ, ഡോണ്ട് ഫീൽ സോറി ഫോർ ദം.
ബി ഹാപ്പി ഫോർ ദം. കാരണം അങ്ങനെ ആ ഒരു നല്ലൊരു കളക്റ്റീവ് കമ്മ്യൂണിറ്റിയോട് കൂടെ അവർ കുറച്ചൊരു എനർജറ്റിക് ആവും. നിങ്ങളിങ്ങനെ സിമ്പതി വിട്ട് അയ്യോ അച്ഛന് വയസ്സായി, അച്ഛൻ ഇനി എന്നാ ചെയ്യും എന്നൊക്കെ ഒരു മാതിരിയോ അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിന്നാൽ തന്നെയാണ് അവർക്ക് അപ്പം തന്നെ അവർക്ക് അസുഖം ഫീൽ ചെയ്യും. അതുകൊണ്ട് ഡോണ്ട് ഫീൽ, അത് ഞാൻ എപ്പോഴും ആലോചിക്കും. സോ അവർ പൈസ ഉണ്ടാക്കുന്നു, അവർ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് എന്താ അഭിമാനം എന്നറിയാം. ഞാൻ ഇപ്പോഴും എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടല്ലോ ജിൽജിലാണ്. ഹി സ്പോക്ക് ഫ്രാങ്ക്ലി അബൌട്ട് ദ ഓർഡീൽ. ദാറ്റ്സ് ഗ്രേറ്റ്. ഓർഡീൽ അപ്പം നോക്കാം. എന്താണ് ഓർഡീൽ? ഓർഡീൽ എന്ന് പറഞ്ഞാൽ ട്രയൽ, ട്രിബുലേഷൻ, ടെസ്റ്റ്. നമ്മളൊരാളെ ശല്യപ്പെടുത്താന്ന് പറയില്ല, ഓർഡീൽ. അതിനെയാണ് ഓർഡീൽ എന്ന് പറയാം. വല്ലാത്തൊരു ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയില്ല. ട്രയൽ, ട്രിബുലേഷൻ, ടെസ്റ്റ് ആൻഡ് ട്രബിൾ. അടുത്ത നോക്കിയേ, വെക്സേഷ്യസ്. വെക്സേഷ്യസ് എന്ന് പറഞ്ഞാൽ അനോയിങ്. ഇതിനെ കൊണ്ട് തോറ്റല്ലോ. ഇറിറ്റേറ്റിംഗ്, ഫ്രസ്ട്രേറ്റിംഗ്, ഇർക്സം, എക്സാസബേറ്റിംഗ്. എന്തൊക്കെ വേർഡ് ഉണ്ടെന്ന് അറിയാമോ ഇതിന് പറയാൻ? എക്സാസബേറ്റിംഗ് അല്ല, എക്സാസ്പെറേറ്റിംഗ്, ഫ്രസ്ട്രേറ്റിംഗ്. ഇതൊക്കെയാണ് വെക്സേഷ്യസ്, ഫ്രസ്ട്രേറ്റിംഗ്. യെസ്. അടുത്ത അലജഡ്ലി. ഓർമ്മയുണ്ട് പിള്ളേരെ? കഴിഞ്ഞ ദിവസം നമ്മളോട് ചോദിച്ച ചോദ്യം, പ്ലസ് ടു പ്രിലിംസിൽ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നല്ലോ നമ്മൾ. ലെറ്റ് മീ റിക്കളക്ട്. ഒസ്റ്റെൻസിബിളി. യെസ്, അലജഡ്ലി. എന്താണ് അലജഡ്ലി? റിപ്പോർട്ടഡ്ലി. ഇപ്പൊ 2-3 ദിവസമായിട്ട് അലഗേഷൻ, അലജഡ്ലി ഒക്കെ വരികയാണെ, അലജ്ഡ് ഒക്കെ വരുന്നുണ്ട്. അലജഡ്ലി, ഓ ഗോഡ്. അലജഡ്ലി ഞാൻ വീണ്ടും തെറ്റിച്ചിട്ടുണ്ട്. അലജഡ്ലി ഇസ് നോട്ട് ആൻ അഡ്ജക്റ്റീവ്, ഇറ്റ്സ് ആൻ അഡ്വേർബ്. ഒരു അഡ്വേർബ് ആണ്. അലജഡ്ലി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടഡ്ലി, ഇങ്ങനെയാണ് പറയപ്പെടുന്നത് എന്ന് പറയില്ലേ, ആ സാധനത്തിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. അലജഡ് അഡ്ജക്റ്റീവ് ആണ്. അലജഡ്ലി ഈസ് അഡ്വേർബ് കേട്ടോ. റിപ്പോർട്ടഡ്ലി, സപ്പോസഡ്ലി, അതുപോലെ തന്നെ another one is reputedly ആണ് കേട്ടോ. പെർപെറ്റഡ്ലി ഒക്കെ പറയുക. പെർപെറ്റഡ്ലി അത് വേറെ ഉണ്ട്, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. പെർപെറ്റഡ്ലി, പെർപെറ്റഡ്ലി. യെസ്, ഓക്കെ അല്ലേ? പാട്ടവൽ ആ ഭാഗം അത് തന്നെടാ. പാട്ടവൽ ആ ഭാഗം പോയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ കാടിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ആ കാടിന്റെ പേരാണ് എനിക്ക് മിസ്സാവുന്നത്. എന്താ ചെയ്യാ? ചൈൽഡ് ലവർ ആണോ ശ്രീലക്ഷ്മി? എനിക്കും അതെ. എന്താ അല്ലേ? ആണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഒരുപാട് പേരുണ്ടല്ലേ ചായക്കാര് കോക്കാം. This was subsequently quashed by a court. Yes, teachers spare the students for making noise in class. Yes, she can't spare the bill because it is an honors amount. Okay, yeah. Charles Metcalfe quashed all the restrictions over the press, hence known in the history as liberator of Indian press. Yes. തൈബത്ത് വെച്ചാൽ ആവത്ത് കാലത്ത് കാവത്തിന്ന പിന്നല്ല. I don't like vexatious neighbors and relatives. എനിക്കും അല്ലേ ചൊറിച്ചില്. എനിക്ക് മനസ്സിലായി. മലയാളം കീബോർഡ് ഡൗൺലോഡ് ചെയ്തു. ഡ്രജിന് നീ കൊള്ളാടെ, സൂപ്പർ അല്ലേ? കുറച്ച് നാളായി മിസ് എന്നെ കളിയാക്കുന്നത് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാരണം ഒരു ഗുണമെങ്കിലും നിനക്കുണ്ടായല്ലോ. അത് കൊള്ളാം. ദ സെക്യൂരിറ്റീസ് അപ്പലേറ്റ്. കാരണം നിനക്ക് മംഗ്ലീഷ് ടൈപ്പിന് അറിയില്ലാത്തതുകൊണ്ടാ. നീ മലയാളം നിനക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പലേറ്റ്, അപ്പൊ നിനക്ക് കുറച്ചുകൂടെ മനസ്സിലായി ഈശ്വർ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവും. ദ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ക്വാഷ്ഡ് ആൻ ഓർഡർ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഗ്രേറ്റ്. ക്വാഷിന് സ്ക്വീസ് എന്ന മീനിങ് ഉണ്ടോ മിസ്സേ? അത് സ്ക്വാഷ് ആണ്. അത് വേറെ. അത് സ്ക്വാഷ് ചെയ്താന്ന് പറഞ്ഞത്. സ്ക്വീസ്, അത് സ്ക്വീസ് ആൻഡ് സ്ക്വാഷ് അത് വേറെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. സ്ക്വാഷ് ചെയ്യുക അത് വേറെയാണ്. ഹൗ വെക്സീഷ്യസ് ടു മിസ് വൺസ് ട്രെയിൻ. അടിപൊളി. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. That's great. She is as vexatious girl as he squashed relation with her. അവിടെ നിനക്ക് ആസ് കൊടുക്കത്തില്ല. അവിടെ എങ്ങനെ കൊടുക്കണം? ആസ് അവിടെ തൊട്ട് അഡ്ജക്റ്റിന് തൊട്ടടുത്ത് കൊടുക്കുക. ഷീ ഈസ് ആസ് വെക്സേഷ്യസ് ആസ് ആരെ പോലെ. കമ്പാരിസൺ വരണം ഇൻ മീനിങ്, എന്നാലേ സെറ്റ് ആവുള്ളൂ കേട്ടോ. ആസ് ആരെ പോലെ, ആസ് സംബടി, ആരെങ്കിലും പോലെ എന്ന് പറ. എന്നിട്ട് പറഞ്ഞു ആസ് ഹി ക്വാഷ് റിലേഷൻ വിത്ത്, അതുകൊണ്ട് അവൻ ക്വാഷ് ചെയ്തു. ഇപ്പൊ നീ കൊടുത്തു വെക്കുന്നത് ആസ് എന്താസ, അത് കൺജങ്ഷൻ ആസ് അല്ല, നീ കൊടുത്തേക്കുന്നത് രണ്ടാമത്തെ ക്വാസ്. അതുകൊണ്ട് അവൻ അവളോടായിട്ട് റിലേഷൻ മാറ്റി എന്നുള്ളതാണ്. ഇത് അങ്ങനത്തെ ഇതല്ലല്ലോ. ആസ് ഇതെന്താ? ആസ് ബ്യൂട്ടിഫുൾ ആസ്, ഷീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഐ. എൻ്റെ എത്ര ബ്യൂട്ടിഫുൾ ആട്ടോ അവള് എന്ന് പറയില്ലേ, അങ്ങനെ. സോ റിമെമ്പർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വരുത്താതെ എഴുതാനും ശ്രമിക്കണേ. ചമാസെ റിഫ്രെയിൻ്റെ സിനിമ അല്ലേ അബ്സ്റ്റീൻ? ആണ്. ഇസ് മൈ മെന്റർ. ചിപ്പിയാണോ മെന്റർ? ചിപ്പിക്ക് എത്ര ആരാധകരും, ചിപ്പിക്ക് എത്ര എന്താ പറയാ, എനിക്ക് അറിയത്തില്ല. വെൽ വിഷേഴ്സോ ചിപ്പി? എനിക്ക് അറിയത്തില്ല. എന്നെക്കാളും ഇതാവോ, എന്നെക്കാളും ഫേമസ് ആവോ ചിപ്പി? അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ചിപ്പിനെ ഞാൻ എനിക്ക് ഇനി കുശുമ്പ് വരുമോ ചിപ്പി? എനിക്ക് അറിയത്തില്ല. സോ പീപ്പിൾ യു ആർ വാച്ചിങ് നമ്മുടെ ചാനൽ ആൻഡ് നമ്മുടെ ഈ ഒരു എഡിറ്റോറിയൽ സെഷൻ വാച്ച് ചെയ്യുമ്പോൾ ഇഫ് യു ഫീൽ ഇറ്റ് റിയലി യൂസ്ഫുൾ ടു യു എങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞു തരണോ? എന്താണ് പിള്ളേരെ, എന്താ പിള്ളേരെ, മനുഷ്യരല്ലേ പിള്ളേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. നോക്കിയ ഒരു 15 പേര്, വെറും 15 പേരാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഇട്ടേക്കുന്നത്. 51 പേര് ലൈവ്, 52 പേര് ലൈവിൽ വാച്ച് ചെയ്തിട്ടാ. എന്താ പിള്ളേരെ ഇത്? എന്താ നിങ്ങൾക്ക് പറ്റിയ? വാട്ട് ഹാപ്പൻ ടു യു? മൂവിങ് ഓൺ. അക്ലെയിംഡ്. എന്താണ് അക്ലെയിംഡ്? അക്ലെയിംഡ് ആണെന്ന് പറഞ്ഞാൽ പബ്ലിക്കലി പ്രൈസ്ഡ്, സെലിബ്രേറ്റഡ്. നമ്മൾ ഒരുപാട് ഹൈലി അക്ലെയിംഡ് പേഴ്സണാലിറ്റി ആണ് കേട്ടോ അങ്ങേര്, അല്ലെ ഹൈലി അക്ലെയിംഡ് മൂവിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പബ്ലിക്കായിട്ട് പ്രൈസ് ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ യു ക്യാൻ സേ അക്ലെയിംഡ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ,
അടുത്ത് നോക്കിയാൽ സൈറ്റ് ചെയ്യുക. വാട്ട് ഇസ് സൈറ്റ്? സൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ്? സജസ്റ്റ് ചെയ്യുക, റെഫർ ടു അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക, ഓർ ഒരർത്ഥം കൂടെ ഉണ്ട് പ്രൈസ് ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലേ. അപ്പൊ ഈ സൈറ്റ് പറയുമ്പോൾ ഞാൻ പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. റിമെമ്പർ ദാറ്റ് വേർഡ്സ് കേട്ടോ. നൗൺ ആയിട്ട് verb ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു സൈറ്റ് ഉണ്ട്. SITE സൈറ്റ് നൗൺ ആയിട്ട് verb ആയിട്ട് ഉപയോഗിക്കാം. ലൊക്കേറ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെ. ലൊക്കേഷൻ എന്നൊരു അർത്ഥമുണ്ട്. ആൻഡ് ലൊക്കേറ്റ് ചെയ്യുക എന്നൊരു വേർബ് ഉണ്ട്, ഓർത്തുള്ള. അതുപോലെ തന്നെ SIGHT വിഷൻ കാണുക, ഓർ നമുക്ക് അതുപോലെ തന്നെ കാണുക സി ആ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ സി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വിഷൻ എന്നൊരു അർത്ഥമുണ്ട്. ഇതൊക്കെ നൗണും വേർബുമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരേ പ്രൊനൗൺസിയേഷൻ ഹോമോഫോൺസ് ആണ്. സൈറ്റ് ആൻഡ് സൈറ്റ് എല്ലാ സൈറ്റും. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഈ വേർഡുകൾ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒന്നല്ല മറ്റൊരു കാര്യത്തിൽ എക്സാമിന് പോകുമ്പോൾ ആവശ്യമുണ്ട്, കയ്യിൽ വെച്ചോണം കേട്ടോ. ഇതൊക്കെ തെറ്റാതെ ഓർത്തിരിക്കുക. റിപ്പറ്റീഷൻ എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മിസ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ പോലും ജസ്റ്റ് റിപ്പീറ്റിംഗ് ബിക്കോസ് അത് നമുക്ക് നാളെ ഒരു ഉപകാരപ്പെട്ടാലും ഒരു വഴിക്ക് പോകുന്നല്ല, കയ്യിൽ ഇരുന്നോട്ടെ. അടുത്ത ഡെലിബറേറ്റ്. ഇന്ന് ഇപ്പം ഞാൻ ഡെലിബറേറ്റ് പറഞ്ഞപ്പോൾ വിനുവിന് ഓർമ്മ വരുന്നു. വിനു പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഡൗട്ട് വെച്ച് ഓർമ്മയുണ്ട്. മിസ്സേ ഡെലിബറേറ്റ് അജക്റ്റീവ് ആണ്? ആണ്. ഡെലിബറേറ്റ് ഒരു അജക്റ്റീവ് ആണ്, ഡെലിബറേറ്റ് ഒരു വേർബും ആണ്. ഡെലിബറേറ്റ് ചെയ്യുക. എന്താ ഡെലിബറേറ്റ് ചെയ്യുക? കെയർഫുള്ളി കൺസിഡർ ചെയ്യുക. ഒരു കാര്യത്തെ നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുക. ഐ ഡെലിബറേറ്റഡ് അത്, അല്ലെങ്കിൽ നമ്മൾ ദ സുപ്രീം കോർട്ട് ഡെലിബറേറ്റഡ് ദ കേസ്. കെയർഫുള്ളി കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ് എന്ന് പറയാം. ഡെലിബറേറ്റ് എന്ന വേർബിന്റെ അർത്ഥം കേട്ടോ. മാറിപ്പോയി, തിരിച്ച് ഉൾട്ടയായിപ്പോയി. ആദ്യം ഇതാണ് വെർബ് മാറിപ്പോയി, എഴുതിയപ്പോൾ ഉൾട്ടയായിപ്പോയി. സംഭവം കൺസിഡർ ചെയ്യുന്നുള്ള വേർബാണ്. അപ്പോൾ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഇറ്റ് വാസ് ഹെർ ഡെലിബറേറ്റ് അറ്റംപ്റ്റ്. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത. ഇറ്റ് വാസ് എൻ ഇന്റൻഷണൽ അറ്റംപ്റ്റ്. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഇത് അല്ലേ. ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത്. ഐ ഡിൻ ഡു ഇറ്റ് ഡെലിബറേറ്റ്ലി. ഞാൻ ഡെലിബറേറ്റ്ലി അഡ്ജക്റ്റീവായിട്ട് അഡ്വേർബായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഡെലിബറേറ്റിന് വേറെ അർത്ഥമുണ്ട്, കെയർഫുൾ ആയ, കോഷ്യസ് ആയ എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. അറിഞ്ഞുകൊണ്ട് കെയർഫുൾ ആയിട്ട് നോക്കിയും കണ്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഡെലിബറേറ്റിന് അർത്ഥമുണ്ട് കേട്ടോ. സോ ഓർത്തോളാം. അടുത്ത മലീഷ്യസ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, മാൽ എന്ന വാക്ക് കേട്ടാൽ എൻ്റെ പൊന്നു പിള്ളേരെ, മാൽ ഇസ് ഓൾവേസ് പ്രിഫിക്സ് ഫോർ നെഗറ്റീവ് വേർഡ്. ഒരു നെഗറ്റീവ് വേർഡിന്റെ മാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാൽ ന്യൂട്രീഷൻ, മാൽ പ്രാക്ടീസ് അല്ലെ, മാൽവെലന്റ്, അതുപോലെ തന്നെ മാലഫിഡേ എന്നുള്ള ഒരുപാട് വാക്കുകളുണ്ട്. മാൽ വാക്കുകൾ കേട്ടോ. മാലഡ്രോയിറ്റ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ. അപ്പൊ മാൽ എന്ന വാക്ക് കണ്ട ഓർത്തോളം നെഗറ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആയിക്കോട്ടെ, നൗൺ ആയിക്കോട്ടെ, ഇറ്റ്സ് നെഗറ്റീവ് വേർഡ്. സോ മലീഷ്യസ് എന്ന് പറയുമ്പോൾ സ്പൈറ്റ്ഫുൾ, നമുക്ക് ഭയങ്കര ദേഷ്യം, എന്താ പറയാ, ഒരു വെറുപ്പൻ ദേഷ്യം കൂടിയ സാധനമുള്ള സ്പൈറ്റ്ഫുൾ. മെലവലന്റ്, ബെനവലന്റിന്റെ ഓപ്പോസിറ്റ് ആവില്ലാരെ. മലീഷ്യസും ഇതൊക്കെ എന്താ, എന്തിന്റെ ഓപ്പോസിറ്റാ? മെലവലന്റ് എന്ന് പറയുന്നത് ബെനവലന്റ് ഓപ്പോസിറ്റ്. മെലവന്റ് ഉദാര മനസ്കരല്ലേ, ബെനവലന്റ് പേഴ്സൺ അല്ലെ. ബെനവലന്റ് കിങ് എന്നൊക്കെ പറയില്ലേ. ആ ബെനവലന്റ് കിങ് ആയിരുന്നു നമ്മുടെ മഹാബലി എന്ന് നമ്മൾ എപ്പോഴും പറയില്ലേ. ആ ബെനവലന്റ് കിങ് എന്ന് പറയും. സോ ഉദാര മനസ്കനാണ് ബെനവലന്റ്. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ പിന്നെ പറയേണ്ടത് ആന്റണിം ആണ്. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് പ്യോർലി ആന്റണിം ആണ്. റിമെമ്പർ ദാറ്റ്. അപ്പം മലവലന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ബെനവലന്റ്. ഇതിന്റെയാണ് ഇവിടെ സൈഡ് കണ്ടിട്ട് മനസ്സിലായിക്കോണം. ഇറ്റ്സ് ആന്റണിം ഫോർ മലവലന്റ് ആണ്. അപ്പൊ ഹോസ്റ്റൈൽ ആയിട്ടുള്ള, ബിറ്റർ ആയിക്കോട്ടെ, ഈവിൾ ആയിട്ടുള്ള, അതൊക്കെയാണ് മലീഷ്യസ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. ആൻഡ് അടുത്തത് ഈസ് ഇന്റന്റ്. ഡി ആണ്, നോക്കിയ ഡി ഫോർ verb, T for noun. അപ്പൊ ഇന്റന്റ് നോട്ട് verb, നൗൺ അല്ലേ. നൗൺ ഇന്റന്റ് ആണ്, ഇന്റൻഷന്റെ T കേട്ടോ. അപ്പൊ ഇതെന്താ? പ്ലാൻ ചെയ്യുക, മീൻ ചെയ്യുക, എയിം ചെയ്യുക, പ്രപ്പോസ് ചെയ്യുക, ഹോപ്പ് ചെയ്യുക, ആസ്പയർ. ഞാൻ ഒരുപാട് അങ്ങ് എഴുതി, കാരണം സ്ഥലം ഉണ്ടല്ലോ, പിന്നെ എഴുതുന്നതിന് എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങ് എഴുതിയതാ. പ്ലാൻ ചെയ്യുക, മീൻ ചെയ്യുക, എയിം ചെയ്യുക, പ്രപ്പോസ് ചെയ്യുക, ഹോപ്പ് ചെയ്യുക, ആസ്പയർ ചെയ്യുക. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഐ ഡിഡ്ന്റ് ഇന്റന്റ് ടു ഹാം യു. ഞാൻ നിന്നെ ഹാം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. സോ ദാറ്റ് ഇസ് ഇന്റന്റ്. ഡി ആണ്, ഇന്റന്റ് ഇസ് ഡി കേട്ടോ. അതാണ് verb. ലെറ്റ്സ് മൂവ്. അപ്പൊ നോക്കാം. ലെറ്റ്സ് റീഡ് യുവർ സെന്റൻസസ്. നോക്കട്ടെ. ചിപ്പി ഫാൻസ് അസോസിയേഷൻ, CFA പിന്നല്ല. ഹൗ വെക്സേഷ്യസ് ഈസ് ടു ഗെറ്റ് റൺ ഔട്ട് വൈൽ ബാറ്റ്. എടാ കൊച്ചു കള്ള അല്ലെ. ആണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ. ബാറ്റ് ചെയ്യുമ്പോൾ അല്ലെ റൺ ഔട്ട് ആണെന്ന് എന്തിനാണ് രാഹുൽ ദ്രാവിഡ് പറയുന്നു അല്ലെ. ആണ്, കൊള്ളാം. റെഗുലർ വിസിറ്റ് ഓഫ് ഹെൽത്ത് മിനിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽസ് മേക്സ് ദ ഗവൺമെന്റ് എംപ്ലോയി വെക്സേഷ്യസ്. ഓക്കെ. ISRO's upcoming space mission was squash. വാസ് സ്ക്വാഷ് പറയുമോ? ക്വാഷ് ചെയ്യാൻ വേർബ് അല്ലേ. വാസ് സ്ക്വാഷ് അല്ല. ക്വാഷിങ് എന്ത്, ക്യാൻസലിങ് എന്ത്, അല്ലെങ്കിൽ വാസ് ക്വാഷ് ചെയ്യപ്പെട്ടു. ISROയുടെ അപ്കമിങ് സ്പേസ് മിഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് വേണം. അപ്പൊ എന്ത് കൊടുക്കണം മിഥുനെ? വാസ് ക്വാഷ്ഡ്. പാസീവ് വോയിസ് കൊടുത്തോ കേട്ടോ. നീ വാസ് ക്വാഷ്ഡ് കൊടുത്ത സെറ്റ് ആവും കേട്ടോ. I have some personal emergency, so I quashed my program. Cancelled. All right. Curtailing vexatious litigation is a crucial step towards more effective judicial system in India. That's great. Malayalam is a brilliant work from the technical team, as there was many allegations about recent released movies. Yeah. Her debut performance was publicly acclaimed by the audience in the hall. Great. Azadi Ka Amrit Mahotsav is going to be an acclaimed event in Indian history. Aanu. Malignancy, yeah, malignant in the opposite, noun formulation of malignancy, yes. A 50-year-old man was imprisoned by locals after allegedly stealing kitchen utensils, yeah.
കിച്ചൺ യൂട്ടിലിറ്റീസ് ഇത് ചെയ്തുകൊണ്ട് പുള്ളിയെ ഇതല്ലേ ചെയ്യപ്പെട്ടുള്ളൂ, എന്ത് ഇംപ്രസ് ചെയ്ത്. മധുവിൻ്റെ കാര്യം അറിയില്ലേ, അതാണ് നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് അതൊക്കെയാണ്. ഷീ സൈറ്റഡ് ദ വർക്ക്സ് ഓഫ് ആൻ acclaimed author in her report. That's great. ഈ വർക്ക്സ് കറക്റ്റ് ആണ് ബിക്കോസ് ഇത് കൃതികളാണ്. ഹീസ് എ ഡെലിബറേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയസ് വർക്കർ. ഓക്കെ, കെയർഫുൾ അല്ലേ, കൊള്ളാം. ഇന്ത്യ intends to deploy S-400 missile system to defend against threats from Pakistan. He claims colleague allegedly mimicked his accent and pretended to have a beard similar to his. All right, that's great. Sometimes malicious bots get into our YT chat. ആണ് വരാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഞാനിപ്പോഴും പറയില്ലേ, ഇങ്ങനെയുള്ള ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഒരു ഇന്ദ്രനും ചന്ദ്രനും നമ്മളെ കൊണ്ട് തടുക്കാനാവില്ല നമ്മളെ, അല്ലേ? നമ്മുടെ ക്ലാസ് പൊക്കോണ്ടേയിരിക്കും. വി വിൽ മൂവ് ഫോർവേഡ്, അല്ലേ പിള്ളേരെ? വിൽ മൂവ് ഫോർവേഡ് എപ്പോഴും. അത് നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ, അല്ലേ? The show must go on. His malicious attempt to kill the author was an utter failure. That's great. She deliberately tried to be vexatious, around which got on my nerves. Okay. Her iconic performance made her to be acclaimed. That's great. Even though National Award for Nanjiama acclaimed by all, it makes vexatious in someone. It makes some vexatious in someone allada. It makes someone vexatious. ചിലർക്ക് അത് ഇച്ചിരിയോട് ഇഷ്ടപ്പെട്ടിട്ടില്ല. It makes someone vexatious. Someone ഒറ്റ വാക്ക് കേട്ടോ, അതോട് ശ്രദ്ധിക്കണേ. Linto, I cited Sajida ma'am to take more Malayalam class in YT. All right, that's great. She cited his malevolent behavior and requested to change it for better development. That's great. His works are intended for young readers. Very good. Moving on to next set, pillare disclose cheyiga. What do you mean by disclose? Disclose here means reveal ചെയ്യാം, make known, divulge ചെയ്യുക, impart ചെയ്യുക. മറ്റുള്ളവർക്ക് നമുക്ക് റിവീൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ that is ഡിസ്ക്ലോസ് എന്ന് പറയുന്നു, അല്ലെ? അത് പുറത്തോട്ട് എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുക, അല്ലെ? ദ എവിഡൻസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. വേണ്ട, ഇത് പറ്റത്തില്ല, അല്ലെ? അല്ലെങ്കിൽ ദ ന്യൂസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രാജ്യത്തിന്റെ ഇതാണ്, സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടണം, ഞങ്ങൾ അറിയണം, അല്ലെ? പീപ്പിൾ നീഡ് ടു നോ, ഇന്ത്യ നീഡ് ടു നോ. പറയൂ, അല്ലെ? ദാറ്റ്സ് ഇറ്റ്. അടുത്ത കോഗ്നിസബിൾ. എന്താ കോഗ്നിസബിൾ? പെർസെപ്റ്റബിൾ, ക്ലിയർലി ഐഡന്റിഫൈ. കണ്ടിട്ട് നമുക്ക് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പെർസെപ്റ്റബിൾ ആണ്. പെർസെപ്ഷൻ, നമ്മുടെ പെർസെപ്ഷൻ ക്ലിയർലി വ്യൂഡ് ആണെങ്കിൽ കോഗ്നിസബിൾ, അണ്ടർസ്റ്റുഡ്. അതിനെയാണ് കോഗ്നിസബിൾ, മനസ്സിലാകുന്നത്, അണ്ടർസ്റ്റുഡ്. അതിനാണ് നമ്മൾ കോഗ്നിസബിൾ എന്ന് പറയാം. അണ്ടർസ്റ്റുഡ്, ക്ലിയർലി ഐഡന്റിഫയബിൾ, പെർസെപ്റ്റബിൾ എന്നൊക്കെ പറയാം. അടുത്ത പെർഫങ്ക്ടറി. എന്താണ് പെർഫങ്ക്ടറി? അഡ്ജക്റ്റീവ് ആണ്. കഴ്സറി, ഡിസൾട്ടറി, ക്വിക്ക്, ബ്രീഫ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് പറഞ്ഞില്ലേ, ബ്രീഫ് എന്ന് പറഞ്ഞാൽ റൂഡ്ലി ബ്രീഫ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തില്ലേ. പെർഫങ്ക്ടറി എന്ന് പറഞ്ഞാൽ വളരെ കഴ്സറി ആയിട്ടുള്ള, ഡിസൾട്ടറി നെഗറ്റീവ് ആണ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള, ബ്രീഫ് ആയിട്ടുള്ള എന്നാണ് പെർഫങ്ക്ടറി എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് കൺഫ്ലേറ്റ് ചെയ്യുക. കൺഫ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് കാര്യം, രണ്ട് ഐഡിയ ആയിക്കോട്ടെ, രണ്ട് ടെക്സ്റ്റ് ആയിക്കോട്ടെ, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ പറയാം കൺഫ്ലേറ്റ് ചെയ്യുക. കൺഫ്ലേറ്റ് ചെയ്യുക മീൻസ് കമ്പൈൻ ചെയ്യുക, ഓർ മെർജ് ചെയ്യുക, ഓർ ജോയിൻ ചെയ്യുക, ഓർ അസോസിയേറ്റ് ചെയ്യുക. അതിനാണ് കൺഫ്ലേറ്റ് ചെയ്യുക. കൂടിച്ചേർന്ന് വരുന്നതിനാണ് നമ്മൾ പറയാം കൺഫ്ലേറ്റ് ചെയ്യുക എന്ന് പറയാട്ടോ. ഓർത്തോണേ, വേർബ് ആയതുകൊണ്ടാണ് കൺഫ്ലേറ്റ്. ഓക്കെ. അടുത്ത ലൈക്ലി. ഒരുപാട് കേട്ടുള്ള പരിചയമുള്ള ഒക്കെ ആയിരിക്കും. അത് അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അതാണ് ഞാനിവിടെ എഴുതിയേക്കണേ, നോക്കിക്കോ. അഡ്ജക്റ്റീവായിട്ട് പറയുമല്ലോ, ലൈക്ലി ഹാപ്പനിങ് ആണെന്ന് വെച്ചാൽ അത് പോസിബിൾ ആണ്. വേറൊരു അർത്ഥമുണ്ട്, സൂട്ടബിൾ ആണ്, അപ്രോപ്രിയേറ്റ് ആണ്. പോസിബിൾ ആണെന്ന് പറയില്ലേ, ഇറ്റ് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണല്ലേ. പോസിബിലിറ്റി ഉണ്ട്, പ്രോബബിൾ ആണ്, പോസിബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് പോസിബിൾ. അടുത്ത സൂട്ടബിൾ ആണ്, അപ്രോപ്രിയേറ്റ് ആണ് എന്നൊരു അർത്ഥവും എന്തിനുണ്ട്? ലൈക്ലിക്കുണ്ട് കേട്ടോ. പിന്നെ ലൈക്ലി എന്ന് പറയുന്ന ലൈക്ലി, ഇറ്റ് ഇസ് ലൈക്ലി കണ്ടേജിയസ് എന്ന് പറയും. ഇറ്റ് ഈസ് ലൈക്ലി കണ്ടേജിയസ്. കണ്ടേജിയസ് ഓൾറെഡി എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ലൈക്ലി എന്താണ്? കൊറോണ വൈറസ് ഇസ് ലൈക്ലി കണ്ടേജിയസ്. പ്രോബബിളി കണ്ടേജിയസ്, ചിലപ്പോൾ കണ്ടേജിയസ് ആയിരിക്കും, നമ്മൾ പറയില്ലേ. അപ്പോൾ കണ്ടേജിയസ് ഒരു അഡ്ജക്റ്റീവ് ആണ്, അതിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് അഡ്വേർബ് ആണ് ലൈക്ലി. ഓർത്തോണേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ള അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഓർത്തോളൂ. ഡെലിബറേറ്റ് വൈൽ വെൻ ടു ഫോറസ്റ്റ്. ആര് ഡെലിബറേറ്റ്? ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ. അങ്ങനെ അങ്ങനെയല്ല. ഡെലിബറേറ്റ് കോമ while we go to forest or while you go to forest. നീ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ലേ. അപ്പോൾ കൊടുക്കുക deliberate while you go to, വെൻ്റല്ല, while you go to forest, or deliberate while we go to forest എന്ന് കൊടുക്കണം കേട്ടോ. You have to take note on malignant tumors. All right, yes it is അല്ലേ. Yeah. മുഹമ്മദ് സജാദ് ഇല്ലിക്കൽ, ഹായ്, thumbs up ഇട്ടല്ലോ. The article cites several experts on the subject. Great.
I think Miss 70% of the word are being repeated. I think once we will teach in a harmony with the editor dude. അത് തന്നെ അതിട്ട് സത്യം ആണ് റിപ്പീറ്റഡ് ആണ്. പുള്ളിയായിട്ട് നമ്മളിപ്പോൾ സെറ്റായിരുന്നു. നമ്മൾ കേട്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് a year ആയി. ഒരു 11 മാസമായി ഇപ്പം ഞാൻ 12 മാസമായി ഞാനിപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാനിപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഏറെക്കുറെ വൊക്കാബുലറിലൊരു പുലിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാണ് പുലിയായി തുടങ്ങിയിട്ടുണ്ട്. മാസീവ് അമ്യൂണിഷൻ were allegedly recovered in Delhi ahead of Independence Day. ബീങ് റിപ്പീറ്റഡ് വരുമോ, റിപ്പീറ്റഡ് പോരെ എന്നുള്ളോ? ആരാണ് ചോദിച്ചത് നോക്കട്ടെ. ആർ ബീങ് റിപ്പീറ്റഡ് പറയാലോടാ. ആർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്തിനാണ് ബീങ് റിപ്പീറ്റഡ് എന്ന് പറയുക. അതായത് നീ കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നീ എന്താക്കിയാണ് പാസീവ് ആക്കിയതാണ് ബീങ് റിപ്പീറ്റഡ്. അത് വരൂടാ, അത് ബീങ് റിപ്പീറ്റഡ് വരും. കറക്റ്റാ കേട്ടോ. ഐ ഇന്റെൻഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ദെയർ. ഓക്കെ, നല്ല കാര്യം. ഐ പ്ലാൻ ടു. ചൈൽഡ് കസ്റ്റഡി ഇഷ്യൂസ് ഷുഡ് നോട്ട് ബി ഡിസൈഡഡ് ഇൻ എ പെർഫങ്ക്ടറി മാനർ. യെസ് ഐ ഓൾവേസ് ഇന്റെൻഡ് ടു വാച്ച് ലൈവ് സെഷൻസ് ബട്ട് ഐ കാൺ. ആണോ അഞ്ജലി? ഇറ്റ്സ് ഓക്കെ. വല്ലപ്പോഴും നമ്മൾ വന്ന് കാണാൻ നമുക്ക് നോക്കും, ശ്രമില്ലേ, അവസരം വരും അല്ലേ, നമുക്കൊരു ദിവസം വരും. അപ്പൊ അഞ്ജലി, വെൽക്കം ടു അവർ സെഷൻ. ഹി ടുക്ക് എ സോർട്ട് ഓഫ് മലീഷ്യസ് പ്ലഷർ ഇൻ ഇറിറ്റേറ്റിംഗ് ദ monks. അക്ലെയിംഡ് പേഴ്സണാലിറ്റി സൈറ്റ് അൺലോജിക്കലി. അനുപേ, അൺലോജിക്കൽ അല്ല, ഇല്ലോജിക്കൽ. ഒരു IL ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ലോജിക്കലി ബൈ ദ പബ്ലിക്. മൂവിങ് ഓൺ. അപ്പൊ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ബാച്ച് ഉഷാറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പിന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ 870 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. കോഴ്സിന്റെ പ്രത്യേകത 40 മണിക്കൂറാണ് ക്ലാസ്. 40 മണിക്കൂർ ആൻഡ് ഓരോ മണിക്കൂർ ക്ലാസ്സുകളാണ്. ചില സമയത്ത് ചില 10 മിനിറ്റ് 15 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും, ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ. നിങ്ങളോട് ഇപ്പോഴും ഫ്രീ ആണ്. ഐ റിയലി ലവ് എൻജോയ് ടീച്ചിങ്. ഈ ഈസി ഇംഗ്ലീഷ് ബാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. കാരണം വെച്ചാൽ ഒരുപാട് ഡൗട്ട് ചോദിക്കും, ഒരുപാട് നല്ല കുട്ടികളാണ്. അതായത് അവർ നന്നായിട്ട് ഡൗട്ട് ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഐ ലവ് ടു ബി എ ടീച്ചർ. അത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് ഈ പറഞ്ഞ ഈസി ഇംഗ്ലീഷ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ കയറാൻ ശ്രമിക്കുക. 12 മണിക്കുണ്ട് ചില ദിവസങ്ങൾ 4 മണിക്കാണ്. അപ്പം നിങ്ങൾ കൂടുതലും 4 മണി സെഷനാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 4 തുടങ്ങിയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡ് അവൈലബിൾ ആണ്. പിന്നെ ലൈവ് സെഷൻ എന്തായാലും നിങ്ങൾക്ക് 2 ദിവസം ഇനി ഉണ്ട്. ഇനി ആരെങ്കിലും ഇപ്പോൾ എടുക്കുന്നുണ്ട്, ഇപ്പോൾ ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം. കാരണം ഇന്ന് സാറ്റർഡേ, നാളെ ക്ലാസ്സില്ല, സൺഡേ ക്ലാസ്സില്ല, ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്, തിങ്കളാഴ്ച ക്ലാസ്സില്ല. അപ്പോൾ 2 ദിവസം ഇരുന്ന് പഴയ വീഡിയോസ് കണ്ട് റെഫർ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ന്യൂ വിത്ത് പുതിയതായിട്ട് തുടങ്ങാം. എവിടേക്ക്? ഓഗസ്റ്റ് 16 വരാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം കേട്ടോ. കോഡ് മറക്കണ്ട, Y314 Y314 ബേസിക് മുതൽ നമ്മൾ കവർ ചെയ്ത് സൂപ്പറാക്കും. ആൻഡ് ഡിഗ്രി പ്രിൻസ് 4ാമത്തെ ബാച്ചും ഇന്നലെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡിഗ്രി പ്രിൻസ് കുട്ടികളെ പോയി ക്ലാസ് എടുത്തു. സോ നമ്മുടെ ഡിഗ്രി പ്രിൻസ് 4ാമത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 8 ആരംഭിച്ച്. ഇനിയും ഡിഗ്രി പ്രിൻസിൽ ഉഷാറായിട്ട് നമുക്ക് എഴുതണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വാ ജോയിൻ ചെയ്യും. 2530 രൂപയാണ് കോഴ്സ് ഫീ. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കൂപ്പൺ കോഡ് മറക്കണ്ട. 17% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത വേർഡ് റിസോർട്ടാണ്. ഒരു റിസോർട്ട് നമുക്കറിയാലേ, വയനാട്ടിലൊക്കെ ഒരുപാട് കൂടുപോലെ റിസോർട്ട്സ് ഉണ്ട് ഇപ്പം. കാരണം എന്താ, നല്ല ബിസിനസ്സാണ്, അതുകൊണ്ടാണ് അല്ലെ. ലക്ഷറി റിസോർട്ട്സ്, ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വില്ല എന്നൊക്കെ പറയുന്ന പോലെ. സോ പിള്ളേരെ, റിസോർട്ട് എന്ന വാക്ക് നൗൺ ആയിട്ട് വേർബായിട്ട് ഉപയോഗിക്കും. റിസോർട്ട്, സൊലൈസ്, ഹാവൻ, സേഫ് പ്ലേസ്, അസൈലം എന്നൊക്കെ നമ്മൾ പറയും. അവസാനം ഇറ്റ്സ് മൈ ലാസ്റ്റ് റിസോർട്ട്, ഇതെന്റെ അവസാന കച്ചിത്തുരുമ്പാണ്, അല്ലെ കച്ചിത്തുറുവാണ് എന്ന് പറഞ്ഞ അവസാനം. എന്നാൽ റിസോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺ ടു, അതിലോട്ട് അവസാനം നമ്മൾ അതിലോട്ട് അപ്പൊ നീ തിരിച്ചു വന്നു അല്ലേ, എന്റെ ചാത്തന്മാർ നിന്നെ തിരിച്ചു കൊണ്ടുവന്നു. ടേൺ ടു സംതിങ്, അതിലോട്ട് നമ്മൾ തിരിയാണ്. സോ ചാത്തന്മാരെ തിരിച്ചെത്തിക്കില്ലേ, അതിനാണ് ടേൺ ടു. അല്ലെങ്കിൽ അഡോപ്റ്റ് സംതിങ്, അതായത് നിങ്ങൾ വെൽക്കം ചെയ്യണം, എംബ്രേസ് ചെയ്യണം. എന്തിനെ? എനി ഐഡിയ, എന്തെങ്കിലും ഒരു കാര്യം. അതാണ് റിസോർട്ട് കേട്ടോ, ഓർത്ത് നോക്കുക. അടുത്ത് അഗ്രവേറ്റ്. അഗ്രഗേറ്റ് അല്ല, അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ് അർത്ഥം, നൗൺ ആണ്. അഗ്രവേറ്റ് ചെയ്യുക മീൻസ് അറിയാലോ, വേഴ്സൺ ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക, അനോയ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക അല്ലെ, നമ്മൾ അല്ലെ ഫ്രസ്ട്രേറ്റ് ചെയ്യുക, എക്സാസ്പെറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അഗ്രവേറ്റ്. അടുത്ത ഔട്ട്റേജ്. എന്താ ഔട്ട്റേജ്? മൊത്തം പ്രശ്നം, ആങ്കർ, ദേഷ്യം, വഴക്ക് കാണാം. ഇൻഡിഗ്നേഷൻ, ഫ്യൂറി, ആങ്കർ എന്നൊക്കെ പറയും ഔട്ട്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേർബായിട്ട് അതിന് പറയുമ്പോഴോ എൻറേജ് ചെയ്യുക, ഇൻഫ്യൂരിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഔട്ട്റേജ്. ഔട്ട്റേജ് നൗൺ ആയിട്ടും വേർബായിട്ടും പറയാം. പ്രശ്നം ഉണ്ടാക്കുക ഓർ ഭയങ്കര ദേഷ്യം എന്നൊക്കെ. അടുത്ത പ്രീടെക്സ്റ്റ്. എന്താ പ്രീടെക്സ്റ്റ്? ഇറ്റ്സ് സം പീപ്പിൾ യൂസ് സംതിങ് ആസ് എ പ്രീടെക്സ്റ്റ്. ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കും, പ്ലീ ആയിട്ട് ഉപയോഗിക്കും, ഗൈസ് ആയിട്ട് ഉപയോഗിക്കും, പ്ലോട്ട്, പ്രിറ്റൻസ്, ആക്ടിങ് ആയിട്ട് ഉപയോഗിക്കും. ദാറ്റ് ഈസ് പ്രീടെക്സ്റ്റ്. അടുത്ത് ഇൻഫ്രിഞ്ച് കേട്ടിട്ടുണ്ട്, പരിചയമുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇൻഫ്രിഞ്ച്മെന്റ് അറിയാലോ, ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് അല്ലെ, ഇൻഫ്രിഞ്ച്മെന്റ്, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. മൂവീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് അറിയാം കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്താ. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ ഇൻഫ്രിഞ്ച്മെന്റ് ഇനി പബ്ലിക്കായിട്ടൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഫുള്ളി ഇൻഫ്രിഞ്ച്മെന്റ് കാര്യമാണ്. ഞാൻ നോട്ട് ഇൻഫ്രിഞ്ച്മെന്റ് കാര്യം, ഞാൻ ഇൻഫ്രിഞ്ച്മെന്റ് കാര്യം അല്ല. ഐ എം നോട്ട് ദാറ്റ് ടൈപ്പ് അല്ലേ, അതാണ്. അപ്പം ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ അല്ലേ, ഞാൻ ആ ടൈപ്പ് ഹി ഹു. ഇൻഫ്രിഞ്ച് ചെയ്യുക മീൻസ് കോൺട്രവീൻ ചെയ്യുക. അപ്പോൾ ഇൻഫ്രിഞ്ച്മെന്റ് കോൺട്രവെൻഷൻ. വയലേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് വയലേഷൻ ഇൻഫ്രിഞ്ച്മെന്റിന് അല്ലേ. അണ്ടർമൈൻ അല്ലെങ്കിൽ ഇറോഡ് എന്നൊക്കെയാണ് ഇൻഫ്രിഞ്ച് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം, ഓർത്തിരിക്കുക. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. മിസ് ഇംഗ്ലീഷ് വൊക്കാബ്സിൽ ഒരു സിംഹമാണ്. സിംഹോ, ഞാൻ അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല ചിപ്പി. നോപ്പ് നോപ്പ്. ഞാനിങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ യൂട്യൂബിൽ ലൈവിൽ പോകുന്നതായിരുന്നു, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് വല്ല അറിഞ്ഞിട്ടുണ്ട് ചോദിക്കും, എൻ്റെ റിന്റു നീ എന്നീ കാണിക്കുന്നതെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ഞങ്ങളെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ നിന്നെ കുളമാക്കുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അത് പറയുന്നത് കഥ പറഞ്ഞ് അതുകൊണ്ട് അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വല്ലതും വെച്ച് പറഞ്ഞാൽ അവരെന്നെ ഓടിക്കും. ഡ്യൂ ടു ഹിസ് ബിസി ഷെഡ്യൂൾ ഷി ഗേവ്സോ അതുല്ല. ഗെയ്വ് എന്ന് പറയുന്നത് പാസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും എസ് ഇട്ട് കൊടുക്കില്ല, പ്രസന്റ് ടെൻസിൻ്റെ കൂടെയാണ് ഗിവ്സ് കൊടുക്കുക. അപ്പം ഡ്യൂ ടു ഹിസ് ബിസി ഷെഡ്യൂൾ ഷി ഗിവ്സ് എ പെർഫെക്ടറി ഗ്ലാൻസ് ഇൻ ടു ദ ന്യൂസ് പേപ്പർ. ഷി ഗിവ്സ് കേട്ടോ. ഗെയ്വ് പാസ്റ്റൻസിൽ എസ് ഇട്ടുന്ന പരിപാടിയില്ല കേട്ടോ, ഓർത്തോണേ. ഗർജിക്കുന്ന സിംഗ് ആകട്ടെ എന്നല്ലേ. ദിപിനെ ഞാൻ പറയണോ നിന്റെ ഗുഡ് ന്യൂസ്? പറഞ്ഞേ, ഞാൻ പറയേണ്ട കാര്യമില്ല, നീ പറഞ്ഞു കൊടുക്ക. നമ്മുടെ ദിബിൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു 2 ദിവസം മുമ്പ്, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നീ തന്നെ പറഞ്ഞു കൊടുക്കുക. ഇറ്റ്സ് യുവർ സ്റ്റോറി, ഇറ്റ്സ് യുവർ സ്റ്റോറി ടു ടെൽ. ഐ എം നോട്ട് ദ വൺ ടു ടെൽ ഇറ്റ്. പറയുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ആൾക്കാർ, നമ്മുടെ കുട്ടികളല്ലേടാ, അറിയട്ടെ. ദ ജൂറി deliberated for 2 days before reaching a verdict. Great. Disclose Prithviraj new movie promo. ഡിസ്ക്ലോസ് ഒരു മൂവി ഉണ്ടോ പുള്ളിയുടെ? അയ്യോ എനിക്കറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞില്ല. അപ്ഡേറ്റ് അല്ലല്ലോ. The proliferation in the COVID cases disclosed the importance of face mask. Yes. Is there any conflation between duties and rights? That is great. Okay. The play had been highly acclaimed. Yes. Her entry into the place aggravated the situation. That is great way. Although he disclosed a secret to his great girlfriend, yet she entered the relationship with him. All right. Cutting down the old forest may aggravate global warming. Yes. Reserve Bank of India also acts as a lender of the last resort. Yes. മിക്കവാറും മിസ്സിന്റെ ഫ്രണ്ട്സ് ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അയ്യോ അതെ, പണിമാളി. അടിപൊളി. ഹി അഗ്രവേറ്റ് ദിസ് സിറ്റുവേഷൻ. ഹി അഗ്രവേറ്റ്സ്. മിഥുനെ, ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ വേർബ് സിംഗുലർ വേണം. ഹി അഗ്രവേറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുത്തോ ഹി അഗ്രവേറ്റഡ് എന്ന് കൊടുക്കാം. ഇസ പുതിയ ആളാണോ? വെൽക്കം ഇസ. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ആളാണെങ്കിൽ ഇനി മുതൽ എല്ലാ ദിവസവും നമ്മുടെ ആളായിട്ട് വരണം കേട്ടോ. കം ആൻഡ് ജോയിൻ us എവറി ഡേ. നമ്മളൊരു അടിപൊളി ടീം ഇവിടെ ഉണ്ട്. ആൻഡ് വിൽ ലേൺ ഇംഗ്ലീഷ്, എൻജോയ് ഇംഗ്ലീഷ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് അപ്ഡേറ്റഡ് കേട്ടോ. ദർ ഈസ് എ ഹ്യൂജ് outrage from the opposition parties against privatization of public sector institutions. Yes. Miss older than elder to reference quote ചെയ്ത് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമോ? യു മീൻ ഷോർട്സ് ആണ് ടിൻറ്റു? ചെയ്യാം കേട്ടോ. ഓൾഡർ പറയാം, ചെയ്യാം ഉറപ്പായിട്ട് ചെയ്യാം കേട്ടോ. ദാറ്റ്സ് മൈ വേർഡ്. ഞാൻ ചെയ്യും. ടിൻറ്റു സുഖമാണോ ചോദിച്ചോ പറഞ്ഞ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അതുപോലെ എത്ര കാലം ഇപ്പൊ കണ്ടിട്ട്, റെക്കോർഡൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ? പഠനമൊക്കെ ഉഷാർ? സുഖമായിട്ടിരിക്കുക കേട്ടോ. എനിവേസ്, ദ പബ്ലിക് ഔട്ട്റേജ്ഡ് അറ്റ് ദ ഗവൺമെന്റ് policies. That's great. Is this new CPEC plan is this new CP plan? Is this വരില്ല ചിപ്പി. ഈസ് വന്നിട്ട് പിന്നെ വില്ല്. 2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാട്ടിൽ ഒരു സിംഹം മതി. ചിപ്പിക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു കാട്ടിൽ ഒരു സിംഹം മതി, 2 ഓക്സിലറി വെർബ് വേണ്ട. അപ്പൊ എന്ത് കൊടുക്കണം? വിൽ ദിസ് ന്യൂ CP plan infringe on our territorial integrity എന്ന് കൊടുക്കണം കേട്ടോ. ഈസ് ദിസ് അല്ല, വിൽ ദിസ് ന്യൂ CPE plan infringe on our territorial integrity എന്ന് കൊടുക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് എന്താ? ക്രെഡൻസ്. എന്താ ക്രെഡൻസ് പിള്ളേരെ? ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസമായിട്ട് പറയുന്നു. ക്രെഡ് എന്ന വാക്ക് കേട്ടാൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ വേർഡിന്റെ മീനിങ് ഇതാണ്. ട്രസ്റ്റ് അല്ലേ? ട്രസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. റൂട്ട് വേർഡ് ആണ് ട്രസ്റ്റ് അല്ലേ? അപ്പം ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ആൻഡ് മീനിങ്ങും ട്രസ്റ്റ്, ഫെയ്ത്ത്, ബിലീഫ്, അക്സെപ്റ്റൻസ് എന്നാണ് കേട്ടോ. അന്യു, ഞാൻ കുറച്ച് അന്യു പറഞ്ഞുണ്ടോ? അന്യു ഇസ് എൻ ഈ പെണ്ണ് ഞാൻ എന്നെയാണ് പറഞ്ഞത്. അഡ്വേർബ് ആണേ, ന്യൂ അഡ്വേർബ് ആണേ. ഞാൻ ആ 2 എടുത്ത അഡ്വേർബ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അല്ലേ? അത് ഞാൻ ശരിയാക്കി തരാം, സെറ്റാക്കി തരാം. അലജഡ്ലി അന്യു. അപ്പൊ അന്യു എന്ന് പറഞ്ഞാൽ അഡ്വേർബ് ആണ്. അഗൈൻ, വൺസ് മോർ, വൺസ് അഗൈൻ, ഫ്രഷ് എന്നൊക്കെ പറഞ്ഞു. ലെറ്റ് സ്റ്റാർട്ട് അന്യു. നമുക്ക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം അല്ലേ എന്ന് പറയില്ല. സോ അടുത്ത് നോക്കിയാൽ ബാർ ചെയ്യാം. ബാർ ചെയ്യുക ഓർ ബാർ എന്ന പ്രിപ്പൊസിഷൻ. നൗൺ ബാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റോഡ്, പോള് അല്ലെ? ബാർ എന്ന് പറഞ്ഞാൽ റോഡ്, പോള് അല്ലെങ്കിൽ കൗണ്ടർ എന്നൊക്കെ പറയും ബാറിന്. ഈ പോള് POLE. അടുത്ത ബാറിന്റെ വേർബ് എന്താ? ഡിഡ് യു ബാർ ദി ഡോർ? ഡോർ ബാർ ചെയ്തോ നീ? ബോൾട്ട് ചെയ്തോ? ഫാസ്റ്റൻ ചെയ്തോ? അടച്ചോ എന്ന് ചോദിക്കില്ലേ? ആ അർത്ഥമുണ്ട്. ബോൾട്ട് ചെയ്യുക, ഫാസ്റ്റൻ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ ബാർ ചെയ്യുക, കോളേജിൽ നിന്നൊക്കെ ഡീബാർ ചെയ്യാന്നൊക്കെ കേട്ടില്ലേ? പ്രൊഹിബിറ്റ് ചെയ്യുക.
അല്ലേ? പ്രൊഹിബിറ്റ് ചെയ്യുക ആണല്ലോ, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രൊഹിബിറ്റ് ചെയ്യുക അറിയാലോ, ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കല്ലോ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ള വാക്കല്ലേ, ആ വാക്ക്. ഓക്കെ, ഓർത്തോണേ. അടുത്തത് നോക്കിയേ, അതായത് അയ്യോ നമ്മുടെ പ്രൊസ്ക്രൈബ്, പ്രൊഹിബിറ്റിന് വേറൊരു അർത്ഥം പറയാം, പ്രൊസ്ക്രൈബ്. അടുത്ത് നോക്കിയേ, ബാർ എന്ന വേർബ്, എവ്രിബഡി കെയിം ടു ദ ഫംഗ്ഷൻ, ബാർ വൺ, ഒരാൾ ഒഴിച്ച് എന്ന് പറയില്ലേ, ബാർ വൺ എക്സെപ്റ്റ് വൺ. ആ ബാറിന്റെ അർത്ഥം അതേ വരുന്ന കുറച്ച് വാക്കുകൾ പറഞ്ഞു തരട്ടെ, ബാറിന്റെ വരുന്ന അതേ അർത്ഥം വരുന്ന കുറച്ച് വാക്കുകൾ പറഞ്ഞു തരട്ടെ പിള്ളേരെ. ബാറിന്റെ അതേ അർത്ഥമാണ് എക്സെപ്റ്റ്, ബട്ട്. ബട്ട് ഒരു പ്രിപ്പോസിഷൻ ആണ് കേട്ടോ, ബട്ട് ഒരു പ്രിപ്പോസിഷൻ ആണ്, എക്സെപ്റ്റ് ഒരു പ്രിപ്പോസിഷൻ ആണ്, ബാർ ഒരു പ്രിപ്പോസിഷൻ ആണ്, ഓർത്തിരിക്കുക. അതേ മീനിങ്, സെയിം, ഒഴിച്ച്, ഒഴികെ എന്നൊരർത്ഥം. അടുത്ത് ഡെസിഗ്നേറ്റ് ചെയ്യുക ഓർ ഡെസിഗ്നേറ്റ് എന്ന അഡ്ജക്റ്റീവ്. ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുക, നോമിനേറ്റ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, സിഗ്നിഫൈ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ടേ. സിഗ്നിഫൈ, ഇൻഡിക്കേറ്റ് എന്നൊക്കെ അർത്ഥത്തിലൊക്കെ നമ്മൾ എന്ത് പറയാം, ഡെസിഗ്നേറ്റ് എന്നുള്ള അർത്ഥമുണ്ട്. ഡോമിനേറ്റ് ചെയ്യുക, ഡെസിഗ്നേഷൻ എന്ന് കേട്ടില്ല, അത് നൗണ് കേട്ടോ. അപ്പോൾ അപ്പോയിന്റഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമുണ്ട്. ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റഡ്, ഹീസ് എ ചീഫ് ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഡെസിഗ്നേഷൻ ആണ്, നൗൺ കേട്ടോ, ഡെസിഗ്നേഷൻ. ഒരു കാര്യം പറയട്ടെ പിള്ളേരെ, ഇതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതൊരു കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, എന്താണ് പറയുന്നതിന്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ മൂവി വർത്ത് വാച്ചിങ്. വർത്ത് വാച്ചിങ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്, പക്ഷെ മൂവി കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്ന അഡ്ജക്റ്റീവ്. അപ്പോൾ അത് ഒരു പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് നൗണിന് ശേഷം അഡ്ജക്റ്റീവ് വന്നാൽ ഇറ്റ് ഈസ് എ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. വേർബിന് ശേഷം അഡ്വേർബ് വന്നാൽ അതൊരു പ്രെഡിക്കേറ്റീവ് അഡ്വേർബ് ആണ്. അതുപോലെ നമ്മുടെ ഈ ഡെസിഗ്നേറ്റ് ഒരു പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. അതായത് ഹീസ് ദി എഡിറ്റർ ഡെസിഗ്നേറ്റ്, ഹീസ് ദി മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്, ഹീസ് ദി ചീഫ് മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു അഡ്ജക്റ്റീവ് ആണ് ഇത്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. അടുത്ത ഫ്രജൈൽ അഡ്ജക്റ്റീവ് ആണ്. ബ്രേക്കബിൾ, ബ്രെറ്റിൽ, ഫിൽമി അല്ലട്ടോ, ഫ്ലിംസി, വിക്ക്. ഫ്രജൈൽ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. മീനിങ് എന്താണ്, ബ്രേക്കബിൾ ആണ്, പൊട്ടാൻ പറ്റും, ബ്രിട്ടിൽ ആണ്, ഫ്ലിംസി ആണ്, വീക്ക് ആണ് എന്നൊക്കെയാണ് അർത്ഥം, ഓർത്തിരിക്കുകയാണേ. All right. If you don't quit smoking now, soon your health will be aggravated to a juncture that even doctors can help you ആണോ, അല്ല, ഈവൻ ഡോക്ടേഴ്സ് കാണ്ട് ഹെൽപ്പ് യു. ഡോക്ടർമാർക്ക് പോലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും എന്നല്ലേ. അപ്പോൾ അവിടെ കാണ്ട് കൊടുക്കണം കേട്ടോ ഷമാസ, ഈവൻ ഡോക്ടേഴ്സ് കാണ്ട് ഹെൽപ്പ് യു കേട്ടോ. കാണ്ടിട്ടോ, സോറി ഞാൻ ഇപ്പോഴാണ് കണ്ടേ. വിൽ ദിസ് ന്യൂ CPE പ്ലാൻ ഇൻഫ്രിഞ്ച് ഓൺ അവർ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി? യെസ്, ഷീ റിസോർട്ട്സ് ദ സിറ്റുവേഷൻ. ഓക്കെ. റിസോർട്ട് ടു എന്താണെന്ന് തോന്നുന്നു. റിസോർട്ട് ടു സംതിങ് ആട്ടോ. ഇതിനെ റിസോർട്ട് കഴിഞ്ഞ് 2 എന്ന പ്രപ്പോസിഷൻ കൊടുക്കണം. സുഖം ആണ്, സന്തോഷം ടിൻറ്റു. യെസ്, ഹായ്, ഐ എം എ ന്യൂ സ്റ്റുഡൻറ്. അഭിനവും ന്യൂ സ്റ്റുഡൻ്റ് ആണോ? അഭിനവേ വരൂ. നമുക്കിവിടെ അഭിനവുണ്ട്, അഭിനയമുണ്ട്, അഭിലാഷുണ്ട്, നമുക്ക് ഒരുപാട് ആൾക്കാർ, അനൂപുണ്ട്, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. വരൂ, ബി എ പാർട്ട് ഓഫ് എസ്, വെൽക്കം ടു ദ ക്ലബ് കേട്ടോ. ഇവിടെ എല്ലാവരും വെൽക്കമിങ് ആണ്, ഭയങ്കര വെൽക്കമിങ് ആണ്, നല്ല ടീമാണ് ഇവിടെ. ഹ്യൂമൻസ് ഹാവ് certain rights which no government has the right to infringe. Yes, ഒരു കാട്ടിലൊരു സിംഹം മതിന്ന് TR വരെ എന്തോ കൂടെ ഉദ്ദേശിച്ചു കേട്ടോ ചിപ്പി. ടീച്ചർ വരെ വേറെ എന്തോ കൂടെ ഉദ്ദേശിച്ചു കേട്ടോ ചിപ്പി. വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെയല്ല. ഓ ചിപ്പി ഫാൻസ് ക്ലബ്ബ്. എടാ അഭിലാഷ്, നീ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കോ? എടാ ക്രൂര. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. They regard him as a likely candidate for the job. That's great. It was difficult for him to get credence among the experienced ones. Great. The examination department barred him from writing the exam. Great. Sensing the world anew through other species. Great. Happy to share with you that I have cracked the interview in an MNC in Bangalore. ദിപിൻ. പിന്നല്ല, ദിപിനെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട്, ദിപിന്റെ വീട്ടിലോട്ട്. എന്തിനാ? ചെലവ് മേടിക്കാൻ അല്ലേ ദിപിനെ? നമ്മൾ എന്തായാലും ചെലവ് കിട്ടണ്ടേ, എനിക്ക് ചെലവ് വേണ്ടേ, അതിന് ഞാൻ വരുന്നുണ്ട്. ക്രെഡൻസ് is must in any relationship. പിന്നല്ല. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ഇറ്റ്, ഇറ്റ്സ് വെരി ഫ്രജൈൽ. ചില ആമസോണിന്റെ ഒക്കെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി വരുമ്പോൾ നിങ്ങൾ കണ്ടോ ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ, ഫ്രജൈൽ എല്ലായിടത്തും എഴുതും. എന്തുകൊണ്ടാ? തൊട്ടല്ലേ പൊട്ടും, അതാണ് അതിന്റെ അർത്ഥം. യെസ്. In his last moments, he refused under torture to disclose his father hiding place അല്ല സനിത, ഫാദറിന്റെ അച്ഛന്റെ ഹൈഡിംഗ് പ്ലേസ്. ഓക്കെ, മൂവിങ് ഓൺ. ചിപ്പി മലയാളം മുൻഷി ഇറങ്ങി, അഭിനന്ദനങ്ങൾ. അടിപൊളി. അടുത്ത് നോക്കി പിള്ളേരെ, ഫൈനൽ വേർഡ് ഐ ഗസ്. നോ, അമ്മ ഒരുപാടുണ്ടല്ലോ. സ്റ്റാൻഡ് ഓഫ്. എന്താ സ്റ്റാൻഡ് ഓഫ്? ഡെഡ് ലോക്ക്, സ്റ്റെയിൽ മേറ്റ്, ഇംപാസെ, ടൈ എന്നൊക്കെയാണ് സ്റ്റാൻഡ് ഓഫ്. കൊടുക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതിന് കേട്ടോ. അടുത്ത ട്രാൻസ്ഗ്രഷൻ. എന്താണ്? നൗണാണ്. ട്രാൻസ്ഗ്രഷൻ മീൻസ് കഴിഞ്ഞ ദിവസം പഠിച്ചു, ഒഫൻസ്, ക്രൈം, റോങ്, ഫെലനി ആണ്. ഡെഫിസിറ്റ് അറിയാലോ, ഷോർട്ട് ഫോൾ, ഷോർട്ടേജ്, അണ്ടർ സപ്ലൈ, ഡെഫിഷ്യൻസി എന്നൊക്കെ അറിയാം.
പെർപെട്രേറ്റ് ചെയ്യുക. വാട്ട് ഈസ് പെർപെട്രേറ്റ് ചെയ്യുക? കമ്മിറ്റ് ചെയ്യുക. ഒരു കാര്യം പെർപെട്രേറ്റർ ഇപ്പൊ പഠിച്ചില്ലേ? പെർപെട്രേറ്റർ ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ. സോ എക്സിക്യൂട്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, ക്യാരി ഔട്ട് ചെയ്യുക. വൺ വേർഡ് ആണ് പെർപെട്രേറ്റർ. പെർപെട്രേറ്റർ അതിന്റെ വേർബ് ആണ്. കമ്മിറ്റ് ചെയ്യുക, ക്യാരി ഔട്ട് ചെയ്യുക, പെർഫോം ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഹോസ്റ്റേജ് കഴിഞ്ഞ ദിവസം പഠിച്ചു, 2 ദിവസം മുമ്പ്, ഇന്നലെ മിനിഞ്ഞാന്നോ, ഇല്ല ഇന്നലെ അല്ല മിനിഞ്ഞാന്നോ ഇതിന് മുമ്പുള്ള ദിവസം. ക്യാപ്റ്റീവ് പ്രിസണർ ഡിറ്റൈനി എന്നാണ് ഹോസ്റ്റേജ് എന്ന വാക്കിന്റെ അർത്ഥം. ഒരു കാര്യം ചോദിച്ചോട്ടെ പിള്ളേരെ, ഇന്ന് സാറ്റർഡേ അല്ലേ? എന്താ ചോദിച്ചതറിയോ? ഇന്ന് സാറ്റർഡേ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ ഇല്ല കേട്ടോ, സൺഡേ ഇല്ല. ഞാനത് ഇപ്പോഴും ഓർത്ത്, ഇന്ന് സാറ്റർഡേ ആണ്. കഴിഞ്ഞു എനിക്കിപ്പം ഐ ഹാവ് ലോസ്റ്റ് ട്രാക്ക് ഓഫ് ടൈം എന്നിടയ്ക്ക് എനിക്ക് തോന്നിപ്പോ. കാരണം അങ്ങനെ വർക്കല്ലേ, വർക്ക് ചെയ്തിട്ടോണ്ടിരിക്കും. അതുകൊണ്ട് ഐ ഡോണ്ട് നോ. അപ്പം നാളെ ഞാനില്ല കേട്ടോ. നാളെ നമ്മളൊരു വൈകിട്ടൊരു സൂം ഇവന്റ് ഉണ്ട്. നമ്മൾ ഇൻഷുറൻസ് HFL പറ്റി, LIC HFL പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ജോയിൻ us. ഞാനും ഗ്രീഷ്മ മിസ്സും കാവ്യ മിസ്സും ഉണ്ടാവും. LIC HFL പറ്റി ഡീറ്റെയിൽ ആയിട്ട്. ഒരു ക്വാസി ബോഡിയാണത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പോകണം. മാൽ പ്രാക്ടീസ് ആൻഡ് എക്സാമിനേഷൻ ഹോൾ ലെഡ് ടീച്ചേഴ്സ് ടു debar him. Yes, the university debarred him for manual practice in examination. മാനുവൽ അല്ല, ഇസ് മാനുവൽ അല്ല കേട്ടോ, മാൽ പ്രാക്ടീസ് എന്ന് പറയും. അതായത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് അതിക്രമങ്ങൾ, ദാറ്റ് ഇസ് മാൽ പ്രാക്ടീസ്, നോട്ട് മാനുവൽ കേട്ടോ. യെസ്. മദാബി പൂരി ബുച്ച് ഈസ് ഡെസിഗ്നേറ്റ് ടു SEBI's ഫസ്റ്റ് വിമൻ ചെയർപേഴ്സൺ. ഓൾ റൈറ്റ്, പേര് എനിക്കറിയില്ലായിരുന്നു. എനിവേസ്, ഗുഡ്, താങ്ക് യു. ദ ക്രൈം ഇസ് ട്രീറ്റഡ് ആസ് എ കോഗ്നിസിബിൾ ആൻഡ് നോട്ട് ബെയിലബിൾ ഒഫൻസ്. യെസ്. ഓക്കെ, മൂവിങ് ഓൺ. നമ്മുടെ LICയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, LIC അസിസ്റ്റന്റിന്റെയും അസിസ്റ്റന്റ് മാനേജർ 3 പോസ്റ്റാണ്. LIC അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ്, IBPS PO, RRB അല്ല, IBPS PO പോസ്റ്റ്, പ്രിലിംസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് കൊണ്ടുവരുന്നുണ്ട്. ഓഗസ്റ്റ് 22 ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം 2250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ 3 എക്സാമിന് വേണ്ടി ഒറ്റയടിക്കുക ബാച്ച് കിട്ടുന്നത്. ഇതിനൂടെ ആദ്യത്തെ 50 പേര് സെലക്റ്റീവായ ഫസ്റ്റ് 50 ആൾക്കാർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ബുക്ക് ഇസ് എ ഗ്രേറ്റ് ബുക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും Adda247 എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ സെക്ടറിലെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അവിടുത്തെ ഏറ്റവും അക്ലെയിംഡ് ആയ ടീച്ചേഴ്സ് കോയിൻ ചെയ്തെടുക്കുന്ന കുറച്ച് മോക്ക് ടെസ്റ്റുകളും എല്ലാം കൂടെ കൂടിയ ഒരു ബുക്കാണ്. ആൻഡ് കണ്ടന്റോട് കൂടി അവരുടെ കണ്ടന്റാണ് നിങ്ങൾക്ക് പ്രഷ്യസ് കണ്ടന്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേർത്ത് ഇട്ട് കേട്ടോ, വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഞങ്ങൾ അടിപൊളി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇംഗ്ലീഷും മാത്ത് ആൻഡ് റീസണിംഗ് 3 കൂടെ, പ്രിലിംസ് ബേസ്ഡ് അല്ലേ, അതുകൊണ്ട് 3:30 to 5 ആൻഡ് 6 to 7:30 ആണ് ടൈമിംഗ്. ഇനി നിങ്ങൾക്ക് GA വേണം, അയ്യോ ഞങ്ങൾക്ക് മെയിൻസ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ IBPS മെയിൻസ് ആണെങ്കിൽ അതിന് ഡിസ്ക്രിപ്റ്റീവ് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ ചെയ്യാത്ത, പിന്നെ ചെയ്യാം. പക്ഷേ വേറെ നിങ്ങൾക്ക് GA വേണമെങ്കിൽ പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും. പ്രീ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ജഗ്ന 2.1-ന്റെയും 2.2-ന്റെയും പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒറ്റ ബാച്ചായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സായിട്ട്, ഫൗണ്ടേഷൻ പ്ലസ് അഡ്വാൻസ്ഡ്. അതിൽ ഫൗണ്ടേഷൻ മാത്രമല്ല, ജഗ്ന 2.0 നല്ല അടിപൊളി ക്ലാസ് നമ്മൾ കൊടുക്കുന്നത്. ഹൈലി എന്താ പറയുക, മെയിൻസ് ഓറിയന്റഡ് ക്ലാസ്സുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അഡ്വാൻസും ഉണ്ട്. അതുപോലെ ഇത് മീഡിയം ലെവലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. IBPS പ്രിലിംസിനും LICക്കും നമുക്ക് മീഡിയം ലെവലിൽ പോയാൽ മതി. അതിന് ഈ കോഴ്സിന് കേട്ടോ, നമ്മുടെ ബാങ്കിന്റെ കോംപ്രിഹെൻസീവ് ബാച്ച് റെക്കോർഡ് വീഡിയോ കിട്ടുന്നത് 1460 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. സോ റിമെമ്പർ, കിട്ടുന്ന ചാൻസ് മിസ്സാക്കാതിരിക്കുക. ഫൗണ്ടേഷൻ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ എവിടെ പോകേണ്ട വരും, തിരിഞ്ഞു നോക്കണ്ട. ഞങ്ങളുടെയൊക്കെ നോട്ട് കിട്ടി, പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. നോട്ട് കിട്ടി, ക്ലാസ്സും കിട്ടി, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് Y314 വൺസ് നിങ്ങളുടെ സ്റ്റുഡൻസ് ആർ ഓൾവേസ് നിങ്ങളുടെ സ്റ്റുഡൻസ് കേട്ടോ. Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. ആൻഡ് ബി ഇൻ ടച്ച്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഞാൻ എപ്പോഴും ഓർക്കും. അടുത്ത് നോക്കിയേ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് പിടിച്ചോ, കോൺവിക്ട് ആൻഡ് കൺവിക്ട് ചെയ്യുക. കോൺവിക്ട് അറിയാലോ, കുറ്റവാളി എന്നാണ്. പ്രിസണർ അല്ലെങ്കിൽ ക്രിമിനൽ എന്നാണ് കോൺവിക്ട് എന്ന അർത്ഥം. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണേ. ഐ ഡോണ്ട് തിങ്ക് ഹീസ് എ കോൺവിക്ട്. ഡോണ്ട് ട്രീറ്റ് ഹിം ആസ് എ കോൺവിക്ട്. അവനൊരു കോൺവിക്ട് ആയിട്ട് കരുതല്ലേ എന്ന് പറയും അല്ലേ. അടുത്ത് നോക്കിയേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസ്റ്ററബിൾസിനകത്ത് കോൺവിക്റ്റിന്റെ കഥയുണ്ട്. ഒരു പ്രീസ്റ്റിന്റെയും ഒരു പാതിരിയുടെയും ഒരു കോൺവിക്റ്റിന്റെയും കൂടെ കഥയത്. നല്ല കഥയാണ്, എനിക്കിഷ്ടമാണ്. പാവങ്ങൾ അല്ലേ എന്നുള്ള മൂവി അല്ലേ, അതാണ് മലയാളത്തിൽ അതിന്റെ തർജ്ജമ. കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, വായിച്ചു നോക്കുക. നല്ല മൂവിയാണ്, നല്ല ബുക്കാണ്, പ്ലേ ആണ്, ഇറ്റ്സ് ലൈക്ക് പ്ലേ. ഓക്കെ, അടുത്ത് നോക്കിയേ. അപ്പൊ കോൺവിക്ട് എന്ന പ്രിസണർ അല്ലെങ്കിൽ ക്രിമിനൽ എന്ന്. അപ്പൊ കൺവിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെന്റൻസ് ചെയ്യുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ വേർബ്, അതിന്റെ ഇതുകൂടെ ഓർത്ത് വെച്ചോണേ. ഇത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ എന്തെടുക്കണം, ഓപ്പോസിറ്റ് അറിഞ്ഞിരിക്കണം. അക്വിറ്റ് ചെയ്യുക, ACQUIT, അക്വിറ്റ്. ഓക്കെ, അക്വിറ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ, അക്വിറ്റ് ഓർത്തോ. അടുത്ത പെർസിവറൻസ് നൗണ്, പെർസിവിയർ ചെയ്യുക അഡ്ജക്റ്റീവ് കേട്ടോ. വേർബ് പെർസിവിയർ, ഇത് വേർബ്, പെർസിവറൻസ് നൗണ്. പെർസിവിയറൻസ് അല്ലെ, ഡിറ്റർമിനേഷൻ അല്ലെ, വിൽ പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമില്ലേ, അത് കണ്ടിന്യൂറ്റി ആണ്, കണ്ടിന്യൂവേഷൻ ആണ്. സോ പെർസിസ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, കാരി ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഗോ ഓൺ ചെയ്യുക എന്നാണ് പെർസിവിയർ ചെയ്യുക എന്ന വേർബിന്റെ അർത്ഥം. അടുത്തത് ഗാർണർ. You should garner the courage. You should gather, collect, accumulate, amass
അല്ലെ അസംബിൾ എന്നൊക്കെയാണ് എന്തിന്റെ അർത്ഥം ഗാർണർ എന്ന വാക്കിന്റെ അർത്ഥം. ഗാർണർ എന്ന് പറഞ്ഞാൽ ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക, അമാസ് ചെയ്യുക, അസംബിൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഗാർണർ എന്ന വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ. ഏത് എക്സാമിന് ഈ ഒരു വാക്കുകൾ കിട്ടിയാലും നിങ്ങൾക്ക് കുത്താം സിനോണിമാണ്. അടുത്ത ലെവറേജ്. ലെവറേജ് എന്ന് പറഞ്ഞാൽ ഗ്രിപ്പ് അല്ലെങ്കിൽ ഹോൾഡ്. ഒരു ഗ്രിപ്പ് വേണം. യു ഹാവ് ടു ഹാവ് ദ ഗ്രിപ്പ്. ലെവറേജ് അല്ലെ, എന്താണ് കയറ് നിന്റെ കയ്യിലിരിക്കണം എന്ന് പറയില്ല, അതാണ് ഈ ലെവറേജ്. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ യൂസ് ഇറ്റ്, യൂട്ടിലൈസ് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ, ലെവറേജ് ചെയ്യാം. അടുത്ത് അക്കൗണ്ടബിൾ. അറിയാലോ, വളരെ കോമൺ ആയിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു അക്കൗണ്ടബിൾ, അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്, അക്കൗണ്ടബിലിറ്റി ഈസ് ഇറ്റ്സ് എന്താണ് നൗൺ. അക്കൗണ്ടബിലിറ്റി അല്ലെ, റിലയബിലിറ്റി എന്നൊക്കെ പറയില്ലേ, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി അല്ലെ, നൗൺ പഠിച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം. ദാറ്റ് ഈസ് നൗൺ. ആൻഡ് അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ, ലയബിൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻഡ് ആണ്. മനസ്സിലായി ഞങ്ങൾക്ക് അത് അക്കൗണ്ടബിൾ ആണ്, അത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എക്സ്പ്ലെയിൻഡ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്, പെർസെപ്റ്റബിൾ ആണ് എന്നൊരർത്ഥവും അക്കൗണ്ടബിളിനുണ്ട്, ഓർത്ത് വെച്ചോളൂ. ആൻഡ് ദ ഫൈനൽ വേർഡ് കേട്ടിട്ടില്ലേ, ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷുകാരുടെയൊക്കെ ഇത് പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ, ഇന്ന അവന്യൂ, 4th അവന്യൂ, ഇന്ന സ്ട്രീറ്റ് എന്നൊക്കെ പറയാൻ, പാത്ത് അല്ലെങ്കിൽ ലൈൻ, വേ, ഡിറക്ഷൻ, റൂട്ട് എന്നൊക്കെയാണ് അവന്യൂവിന്റെ അർത്ഥം. അവന്യൂ നമ്മൾ അഡ്രസ്സ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവന്യൂ അല്ലെ, ഇന്ന അവന്യൂ കേട്ടിട്ടില്ലേ അത്. സോ എനിക്ക് തോന്നുന്നു അവന്യൂ നിങ്ങൾക്ക് ഭയങ്കര കോമൺ ആയിട്ടൊരു സാധനം. പാത്ത്, ലൈൻ, വേ, ഡിറക്ഷൻ, റൂട്ട് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ പിള്ളേരെ. ലെറ്റ്സ് മൂവ്. യാ, വൈ ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് ഇസ് അല്ലല്ല, വൈ ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ്. ഇന്ത്യയുടെയും ചൈനയുടെയും സ്റ്റാൻഡ് ഓഫ്. സ്റ്റാൻഡ് ഓഫ് നൗൺ ആണ് ചിപ്പി, അപ്പൊ അപ്പസ്ട്രോഫ് ഇടണേ എന്നാലേ കറക്റ്റ് അല്ലേ. ഇസ് ലൈക്ലി ടു എൻഡ് സൂൺ. ഓക്കെ, അങ്ങനെ. അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ട് ഇന്ത്യയുടെയും ചൈനയുടെയും സ്റ്റാൻഡ് ഓഫ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് പോസിബിൾ ആണ് പെട്ടെന്ന് നിർത്താൻ എന്നോ, അങ്ങനെ ചോദ്യം വരുമോ? ഈസ് അപ്പോഴും ചോദിക്കണം, ഈസ് ഇന്ത്യ ആൻഡ് ചൈന സ്റ്റാൻഡ് ഓഫ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് ലൈക്ലി ടു എൻഡ് സൂൺ, വേഗം നിൽക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക ചിപ്പി, ഈസ് ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് ലൈക്ലി ടു എൻഡ് സൂൺ എന്ന് കൊടുക്കാം. Only an insane person could perpetrate such a horrible crime. Great. His squandering of money dragged him into a standoff. All right. India said on Monday it had not received any reports of its students being held hostage in Ukraine. All right. He was convicted for his brutal transgression. Okay. I am garnering vegetables from refrigerator and making sambar now. Sridevi, multitasking. One is not criminal if he വരില്ല ഷമാസെ, വണ്ണിന് വണ്ണ് തന്നെ കൊടുക്കണം. വൺ ഇസ് നോട്ട് എ ക്രിമിനൽ ഇഫ് വൺ ഇസ് നോട്ട് കൺവിക്റ്റഡ് ബൈ കോർട്ട്. അങ്ങനെ. ഐ അഡ്മയർ യു ഫോർ യുവർ പെർസിവറൻസ്. യെസ് ഐ ഡു അല്ലേ. ഓക്കെ, ശ്രീദേവി ഓക്കെ, കൊള്ളാം. സെൻഡ് ഗാർണേഴ്സ് ₹3,000 crore from windfall tax on oil and gas firms. Yes, Bangladesh is considered as one of the fastest growing economy in Asia, though the country is currently facing a foreign exchange deficit problem. Yes, it was a last resort, but it was something. കൊള്ളാം അല്ലേ. അതാണ് gardener fruit. gardener അല്ല അഭിലാഷെ, ഗാർഡനേർഡ് അല്ലെ, ഗാർണേർഡ് കൊടുക്കാം, പാസഞ്ച് കൊടുക്കാം. ഓർ ഗാർഡനറിന് സിംഗുലർ ആയതുകൊണ്ട് ഗാർണേഴ്സ് എന്ന് കൊടുക്കാം. ഫ്രൂട്ട് ഫ്രം ദ ഗാർഡൻ. ഗ്രേറ്റ് എഗ് ഫ്രൂട്ട്, കൊള്ളാം, മിടുക്കൻ. ഗാർഡനർ ആണ് സിംഗുലർ സബ്ജക്ട്, അപ്പൊ സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് വേർബ് സിംഗുലർ കൊടുക്കുക. ഗാർണേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ പാസഞ്ച് കൊടുക്കും, ഗാർണേർഡ് കൊടുക്കുക കേട്ടോ. ദ ഫിനാൻഷ്യൽ ലെവറേജ് ഓഫ് ഗോൾഡ് at its zenith when it is compared with other luxury properties. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ദ ഫിനാൻഷ്യൽ ലെവറേജ് ഓഫ് ഗോൾഡ് ഈസ് അറ്റ് ഇറ്റ്. അവിടെയും ആ ക്ലോസിലും വേർബ് വേണം. ആ ക്ലോസിൽ ഫസ്റ്റ് ക്ലോസിൽ വേർബ് ഇസ് മിസ്സിംഗ്. ദ ഫിനാൻഷ്യൽ ലെവറേജ് ഓഫ് ഗോൾഡ് ഈസ് അറ്റ് ഇറ്റ്സ് സെനത്ത് എന്ന് കൊടുക്കണം കേട്ടോ. ഷമാസെ, പൊളിറ്റീഷ്യൻസ് ഓൾവേസ് ഹാവ് എ ലെവറേജ് ഓവർ കോമൺ പീപ്പിൾ. ആണ്, സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഐ വിൽ പെർസിവിയർ മൈ UPSC പ്രിപ്പറേഷൻ. പെർസിവിയർ, യെസ്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോവാണ്. ആൻഡ് ദാറ്റ് ഇസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. എല്ലാവർക്കും വൊക്കാബുലറി മനസ്സിലായെങ്കിൽ വേഗം പിടിച്ചോ, ഒരു തംസ് അപ്പ് ഇങ്ങ് തന്നെ. ക്യാൻ ഐ ഗെറ്റ് എ തംസ് അപ്പ് ഫ്രം യു പീപ്പിൾ? കിട്ടോ? ഒരു തംസ് അപ്പ് കിട്ടോ? മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് കിട്ടോ. വൊക്കാബുലറി ഇസ് ഓവർ ആൻഡ് വി ആർ ഗോയിങ് ടു ഡു വിത്ത് അവർ യെസ്. നമുക്ക് ഇതിലോട്ട് പോകാം, നമ്മുടെ ആർട്ടിക്കിളോട്ട് പോവാം. നെവർ എൻഡിങ് ഫൈറ്റ്. ഇതൊന്നും ഇപ്പോൾ നിൽക്കുന്ന ഫൈറ്റ് അല്ല പിള്ളേരെ, നെവർ എൻഡിങ് ഫൈറ്റ് ആണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂവിങ്, ഇറ്റ് ഇസ് നോട്ട് എൻഡിങ്, ഇറ്റ്സ് കണ്ടിന്യൂവിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ഇടാനും മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടോ, ബിക്കോസ് വി ആർ മൂവിങ് ഫോർവേഡ് വിത്ത് അവർ ആർട്ടിക്കിൾ. ഫ്രീ സ്പീച്ച് ഇസ് കോൺസ്റ്റന്റ്ലി അണ്ടർ ത്രെറ്റ് ഫ്രം റിലീജിയസ് ആൻഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. ആണല്ലേ, നമ്മുടെ നാട്ടിൽ ഫ്രീ സ്പീച്ചിന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടക്കുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന റിലീജിയസ് കാസ്റ്റ് ഗ്രൂപ്പ്സ് കാരണം അല്ലേ. അതാണ് നമ്മുടെ ഈ നാടിന്റെ ഒരു എന്താ പറയുക, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ. സ്വാതന്ത്ര്യമാണോ ഇതൊക്കെ? ഒരു സ്വതന്ത്ര ഇന്ത്യ ആണോ എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? ഈ ഫ്രീ സ്പീച്ച് നമുക്ക് നഷ്ടമായി നമുക്ക് തോന്നുമ്പോഴാണ്. ആണല്ലോ. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. വായിക്കാം.
In quashing a criminal case against actor Surya and director TJ Gnanavel, the Madras High Court has spared them the ordeal of facing vexatious proceedings for allegedly insulting a section of society in the acclaimed film JAIIB. The FIR cited section 295A of the IPC, a provision that makes it a crime to commit deliberate and malicious acts intended to outrage religious feelings on the basis of a complaint that the film insulted the Vaniyar community. A magistrate had forwarded the complaint to the police for the registration of a first information report by concluding that it disclosed a cognizable offence. എന്താണ് ഇങ്ങനെ അല്ലെ, എന്താണ് കോയ ഇവരൊന്നും നന്നാവാത്ത എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് എന്നല്ലേ. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ ഇൻ ക്യാൻസലിങ് എ ക്രിമിനൽ കേസ്, ഒരു ക്രിമിനൽ കേസ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ആർക്കെതിരെ ഉള്ളതാണ്? ആക്ടർ സൂര്യയ്ക്കും അതുപോലെ ജയ്ഭീമിന്റെ ഡയറക്ടറായ TJ ജ്ഞാനവേലും, ഇവർ രണ്ടുപേർക്കും എതിരെ അല്ലെ. ജയ്ഭീമിന്റെ പ്രൊഡ്യൂസറും സൂര്യ തന്നെയാണേ. അപ്പോൾ സൂര്യൻ വേറെ ആളും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മദ്രാസ് ഹൈക്കോർട്ട് അവരെ സ്പെയർ ചെയ്തു അല്ലെ, അവരെ അതിൽ നിന്ന് പാർഡൻ ചെയ്തു. അങ്ങനെ പാർഡൻ ചെയ്യാൻ ഇരുന്നപ്പോഴാണ്, അതിനെതിരെ പാർഡൻ ചെയ്യാനിരിക്കുമ്പോഴാണ് വലിയൊരു ട്രയൽ നടക്കുവാണ്. എന്തിനാ? വെക്സേഷ്യസ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ്, വളരെ മലീഷ്യസ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, വെക്സേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മലീഷ്യസ് ആയിട്ട്, വളരെ ഉപദ്രവകരമായിട്ട് മറ്റുള്ളവർക്ക് അല്ലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പ്രൊസീഡിങ്സ് ഉണ്ട്. അലജഡ്ലി പറയപ്പെടുന്നു കേട്ടോ, അപ്പോഴും പറയപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് സപ്പോസഡ്ലി ആണല്ലോ, അത് പെർഫെക്റ്റ്ലി അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ടഡ്ലി ഇൻസൾട്ടിങ് അത് പറയുന്നത് വെച്ചാൽ ഇത് ഇൻസൾട്ട് ചെയ്യണം. ഈ മൂവി എന്ത് മൂവി ഇത് ഇൻസൾട്ട് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു മൂവി അല്ലേ എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ്, അതിനെപ്പറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടെ കേട്ടോ. അപ്പോൾ ജയ്ഭീമിൽ ഏതോ ഒരു നമ്മുടെ ആരെയാണ് ഏതോ ഒരു ജയ്ഭീം ഏതൊരു സെഷൻ ഓഫ് കമ്മ്യൂണിറ്റിനെ ഇത് ചെയ്തു. അത് ഏത് സെഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ FIR സൈറ്റ് ചെയ്തതനുസരിച്ച്, അപ്പോൾ FIR ഉണ്ട്, FIR അനുസരിച്ച് പറഞ്ഞത് സെക്ഷൻ 295A അനുസരിച്ച്, സെക്ഷൻ 295A അനുസരിച്ച്, IPCയുടെ സെക്ഷൻ 295A അനുസരിച്ച്, ഓർത്തോണ്ട് നിയമത്തിലെ IPCയുടെ സെക്ഷൻ 295A അനുസരിച്ച് ഈ പ്രൊവിഷൻ പറയുന്നത് എന്നാണെന്നറിയോ? ഈ പ്രൊവിഷൻ അനുസരിച്ച് പറയുന്നത് വെച്ചാൽ ഒരു ക്രൈമാണ്. ഇറ്റ് ഈസ് എ ക്രൈം ടു കമ്മിറ്റ് ഡെലിബറേറ്റ് ആൻഡ് മലീഷ്യസ് ആക്ട്, വളരെ അറിഞ്ഞുകൊണ്ട്, ഇന്റൻഷണൽ അറിഞ്ഞുകൊണ്ട്, ആൻഡ് മലീഷ്യസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈവിൾ ആക്ട്സ് intended to, aimed to അല്ലെ, പ്ലാൻ ടു, എയിം ടു ഔട്ട്റേജ് അല്ലെ, ഔട്ട്റേജ് എൻറേജ് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക, ഇൻഫ്യൂരിയേറ്റ് ചെയ്യുക, ആരെ? റിലീജിയസ് ഫീലിങ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, അതിനെ കുത്തിപ്പൊക്കുന്ന രീതിയിൽ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്റൻഷനലി ചെയ്താൽ ദാറ്റ് ഇസ് എ ക്രൈം എന്ന് പറയുന്നു. ഓൺ ദ ബേസ് ഓഫ് എ കംപ്ലൈന്റ്. ആരുടെ കംപ്ലൈന്റ് ആണ്? ഓഫ് ദാറ്റ് ഫിലിം ഇൻസൾട്ടഡ് വൺഇയർ കമ്മ്യൂണിറ്റി. വൺഇയർ കമ്മ്യൂണിറ്റിയെ ഇവർ ഇൻസൾട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മൂവിക്കെതിരെയും മൂവിയുടെ എന്താണ് ആൾക്കാർക്കെതിരെയും അല്ലെ, ആൾക്കാർക്കെതിരെയും ഡയറക്ടർക്കും സൂര്യക്കെതിരെയും എന്ത് വന്നേക്കുന്ന ഒരു കംപ്ലൈന്റ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ഈ ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു പോലീസിന്. എന്താ? രജിസ്ട്രേഷൻ, എന്തിന്? ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആദ്യത്തെ ഇൻഫർമേഷൻ റിപ്പോർട്ട് കൊടുത്തേക്കുവാണ്. ബൈ കൺക്ലൂഡിംഗ് ദാറ്റ് ഇറ്റ് ഡിസ്ക്ലോസ്ഡ്, അത് റിവീൽ ചെയ്തു. എന്ത് റിവീൽ ചെയ്തു? കോഗ്നിസം. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. ഇറ്റ് ഇസ് പെർസെപ്റ്റബിൾ, ഇറ്റ് റിവീൽഡ് എ പെർസെപ്റ്റബിൾ. ഇങ്ങനെയൊക്കെ എവിടെ ജീവിക്കുന്നത് നമുക്ക് തോന്നിപ്പോ അല്ലെ. പെർസെപ്റ്റബിൾ ഒഫൻസ് ആണ് കാണിച്ചേക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇപ്പൊ പൊന്തി പിടിച്ചുകൊണ്ട് വന്നേക്കണേ. ലെറ്റ്സ് സീ, അടുത്ത് നോക്കാം. അപ്പോൾ പാരഗ്രാഫ് തീർന്നിട്ടില്ല, ഈ പാരഗ്രാഫ് തീരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ദ ഹൈക്കോർട്ട് ഹാസ് റൈറ്റ്ലി കൺക്ലൂഡഡ് ദാറ്റ് ദ മജിസ്ട്രേറ്റ്, അപ്പൊ ഹൈക്കോർട്ട് പറയുന്നുണ്ട്, കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മജിസ്ട്രേറ്റ് has acted mechanically as the order did not even mention what offense was made out in the complaint. In this case, it is quite strange that a perceived insult to caste was seen as outraging religious feelings. It indicates the perfunctory manner in which caste and religion can be conflicted with one another by those claiming to be hurt or insulted by others. The court has noted that, except for a contention that the film was made in a manner that is likely to indicate violence and hostility towards a particular community, there was no specific instance stated in the FIR. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവ മദ്രാസ് ഹൈക്കോർട്ട് പറയാണ്, മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞു, റൈറ്റ്ലി കറക്റ്റായിട്ട് പറഞ്ഞു, കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു, മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, മജിസ്ട്രേറ്റേ നിങ്ങളൊരു വളരെ മെക്കാനിക്കൽ ആയിട്ടൊരു എന്താ പറയുക, ഒരു മെഷീൻ പോലെ ഇങ്ങനെ പറയരുത്, ആക്റ്റീവാണ്. ആസ് എ ഓർഡർ, ഈ ഓർഡറിൽ ഒരിക്കലും മെൻഷൻ ചെയ്യുന്ന പോലെ എന്ത് ഒഫൻസ് ആണ്, എന്താണ് ഒഫൻസ്, വാട്ട് ഈസ് ദി ഒഫൻസ്, എന്ത് ഒഫൻസ് അവർ മെയ്ഡ് ഔട്ട് ചെയ്തു എന്നാ അല്ലെ, മെയ്ഡ് ഔട്ട് ചെയ്യുക, എന്ത് ഒഫൻസ് അവർ വരുത്തി വെച്ചു എന്നാ നിങ്ങൾ ഈ പറയണേ, മേക്ക് ഔട്ട് ചെയ്തു എന്നാ ഈ പറയണേ അല്ലെ, കമ്മിറ്റ് ചെയ്തു എന്നാ ഈ പറയണേ, എന്ത് ഒഫൻസ് അസേർട്ട് ചെയ്യുന്നുണ്ടെന്നാ ഈ പറയുന്നത്, ഏത് എഫേർട്ടാണ് അതിൽ കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്, കംപ്ലൈന്റിലുണ്ടെന്നാണ് ഈ പറയുന്നത്. ഈ കേസ് വളരെ സ്ട്രേഞ്ച് ആയ ഒരു കാര്യമായിട്ടാണ്. കാരണം ഇങ്ങനൊരു പെർസീവ്ഡ് ഇൻസൾട്ട്, ഓർക്കണം എൻ്റെ വ്യൂ പോയിന്റിലെ ഓർക്കണം, ഞാൻ വിചാരിക്കണം ഇത് ഇൻസൾട്ടാണ് കേട്ടോ, ഇൻസൾട്ടാണ്,
എന്ന് ഞാൻ വിചാരിക്കുവാണെങ്കിൽ അതെൻ്റെ പെർസെപ്ഷൻ്റെ പ്രശ്നമല്ല, എൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമല്ലേ. വെറുതെ എന്തിനാണ് ഒരു ആർട്ട് ഫോമിനെ, ഒരു മൂവിനെ ഇങ്ങനെ കാണുന്നത് എന്ന് ആലോചിച്ച് വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട്. ആ മൂവിയിൽ വരുന്ന വേറെ പ്രശ്നങ്ങളെ പറ്റിയല്ല അങ്ങേർക്ക് പ്രശ്നം, കമ്മ്യൂണിറ്റീനെ കളവാക്കി നാണം കെടുത്തിയെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാളുടെയൊക്കെ നോക്കിയേ. അപ്പം അങ്ങനെയുള്ളതിനെ സീനിങ് ആസ് ഔട്ട്റേജിങ് റിലീജിയസ് ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് സ്ട്രേഞ്ച്. അതൊരു വല്ലാത്തൊരു സ്ട്രേഞ്ച് പ്രശ്നമാണല്ലോ. നിങ്ങൾക്ക് എന്നാത്തിൻ്റെ കേടാ മനുഷ്യ എന്നാണ് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചേക്കണം അല്ലേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രിഫങ്ടറി മാനർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ മനുഷ്യർ ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഒരു കേഴ്സറി മാനർ, വളരെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ചിന്താഗതി ആൾക്കാർക്ക്. വിച്ച് കാസ്റ്റും റിലിജനും, അത് വല്ലാത്തൊരു കുരുക്കാട്ടോ. ക്യാൻ ബി കൺഫ്ലേറ്റഡ്, മേർജ്ഡ് അല്ലെ, കമ്പൈൻഡ്. എങ്ങനെയാണോ കാസ്റ്റും അതുപോലെ തന്നെ ഈ പറയുന്ന റിലിജനും കമ്പൈൻ ചെയ്യുന്നു വേറെ എന്തെങ്കിലും ആയിട്ട്, മൂവിയോ കലയോ എന്തെങ്കിലും ആയിട്ടുള്ള അതുമായിട്ട് കൂടി ചേരുന്നത്, അതിനെന്താ ഇഴകി ചേർക്കുന്നത് അല്ലെ, അതിനെന്താ വീവിങ് ചെയ്യുന്നത് എന്തിനാ? ക്ലെയിമിങ് ടു ബി ഹേർട്ട് ഓർ ഇൻസൾട്ട് ബൈ. എന്തിനാണ് ഹേർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിനെ മറ്റൊരു കാര്യമായിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴല്ല ഈ പ്രശ്നം വരുന്നതെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിക്കുകയാണ്, പിള്ളേരെ ചോദിക്കുകയാണ്. ദ കോർട്ട് ഹാസ് നോട്ടഡ്, കോർട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് എക്സെപ്റ്റ് ഫോർ എ കണ്ടൻഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു സുഖം, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അല്ലെ, ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുക, ഒരു രസം, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നു. That the film was made in a manner that is likely to incite violence. ചുമ്മാ അങ്ങ് പറയാണ് ഇൻസൈറ്റീവ് ആണ് അല്ലേ. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, ഇൻഫ്ലെയിം ചെയ്യുക അല്ലെ, ഇൻഫ്ലെയിം ചെയ്യുക, കത്തി ജ്വലിപ്പിക്കുക അല്ലെ, തീ കത്തിക്കുന്ന അല്ലെ, ഇൻഫ്ലെയിം ചെയ്യാണ്. വയലൻസ് ഹോസ്റ്റിലിറ്റിയും കൊണ്ടുവരുന്നു എല്ലാവർക്കും എതിരെ എന്ന് പറയുമ്പോൾ, ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, there was no specific instances stated in the FIR. അങ്ങനെ ഒരു ഇൻസ്റ്റൻസിനെ പറ്റി പക്ഷേ FIR പറയുന്നില്ല. FIR അങ്ങനെ ഒന്നുമില്ല, ചുമ്മാ അങ്ങ് തട്ടി വിട്ടേക്കുവാണ് അല്ലേ, ചുമ്മാ അങ്ങ് തള്ളി വിട്ടേക്കുവാണ്. അതാണ് ഇവിടെ ഓർഡറിൽ മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ മദ്രാസ് ഹൈക്കോടതി അതിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The casual report to criminal prosecution for perceived insult to religion or any other social segment has become an unfortunate feature of contemporary life. Some years ago, the Supreme Court had to intervene to quash a criminal complaint against cricket star Mahendra Singh Dhoni for being featured in the likeness of a deity on a cover of a magazine. Section 295A has been interpreted by a constitution bench in 1957 to the effect that it only punishes the aggravated form of insult to religion when something is done with a deliberate and malicious intention to outrage the religious feelings of a class. However, in practice, groups and individuals use some imagined slight to themselves as a pretext to infringe the right to freedom. Okay. ഇപ്പം പറഞ്ഞു വരുന്നതെന്നറിയാം, ഇതിപ്പോൾ ഒരു കേസ്, ഇപ്പം നമ്മുടെ JAIIBന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസല്ല, ഇതൊന്നും അല്ല മക്കളെ കേസ്, ഇത് കൂടുതൽ കേസുകൾ നടന്നിട്ടുണ്ട്. കാര്യം ഒരു കാഷ്വൽ റിപ്പോർട്ട് ഫയൽ ചെയ്യപ്പെട്ടു ക്രിമിനൽ പ്രോസിക്യൂഷൻ. നോക്കിയാൽ കാഷ്വൽ റിപ്പോർട്ട്, ക്രിമിനൽ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേരുകളെയാണ് അവരുടെ വിചാരം. വെറുതെ പെർസീവ്ഡ് നമ്മൾ വിചാരിക്കുന്നു, ഇങ്ങനെ ഇൻസൾട്ടാന്ന് വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ സെഗ്മെന്റിലേക്ക് അങ്ങ് ചുമ്മാ അങ്ങ് ഇട്ടിട്ട് കൊടുക്കുവാണ്. അത് വളരെ എന്താ പറയുക, വളരെ അൺഫോർച്ചുനേറ്റ് ആണ്, നിർഭാഗ്യപരമായ ഒരു ഫീച്ചറാണ് ഇപ്പോഴത്തെ കണ്ടംപററി വേൾഡ്. തൊട്ടനും പിടിച്ചതിനൊക്കെ ഞങ്ങളുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെ നിങ്ങൾ വ്രണപ്പെടുത്തി, ഞങ്ങളുടെ കാസ്റ്റ് സെന്റിമെന്റ്സ് നിങ്ങൾ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകുന്ന കുറച്ച് പരിപാടികൾ ഇപ്പോൾ ഈ ഇടയായിട്ട് വളരെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്, കുറച്ച് സംവിധാനങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോർട്ടിലേക്ക് ഒരു സുപ്രീം കോർട്ട് ഇന്റർവീൻ ചെയ്തു കേട്ടോ പിള്ളേരെ. സുപ്രീം കോർട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോർട്ട് ഒരു കേസ് ഇന്റർവീൻ ചെയ്തായിരുന്നു. സുപ്രീം കോർട്ട് ഇന്റർവെൻഷൻ നടന്നു. എന്തിനു പേരില്ല? ടു റിവീൽ ഒരു എന്താ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ കംപ്ലയിന്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിൽ നിന്ന് ഇന്റർവ്യൂ ആർക്കെതിരെയുള്ള നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിക്കെതിരെ ഒരു കേസ് വന്നായിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഇടപെട്ടു, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ പണി പാളി തന്നെ. അതുകൊണ്ട് അപ്പോൾ ആ കേസ് എന്താണെന്ന് അറിയാമോ? ഈ കേസിൽ പറയുന്നത് വെച്ചാൽ ഇങ്ങേര് ഈ ഒരു ആഡിൽ നമ്മുടെ ധോണി ആഡ് അവരെല്ലാവരും ചെയ്യുന്നല്ല, ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഇയാളെ ഫീച്ചർ ചെയ്യപ്പെട്ടതായിട്ട് ഇറ്റ് ഇസ് ആസ് എ ലൈക്നെസ് ഇഷ്ടം, ഫോൺനെസ് അല്ല, ഇഷ്ടത്തോടെ ഫോൺനെസ് ഓഫ് എ ഡയറ്റി. ഒരു ഡയറ്റിയോടുള്ള ഒരു ഫോൺനെസ് പോലെ. ഡയറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളൊരു ഗോഡസ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഡയറ്റി എന്ന് പറയുക. ഗോഡസ് ഓർ ഗോഡ് ഒക്കെ പറയില്ലേ, ഡയറ്റി പറയില്ലേ, ഡയറ്റി ഓഫ് ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയില്ലേ, വിർഗോ അങ്ങനെ പറയില്ല. അപ്പോൾ ഡയറ്റി ഒരു കവർ മാഗസിന് മുമ്പ് ഉള്ളിൽ കവറായിട്ട് പുള്ളി വരുന്നു ആസ് എ ഫോൺനെസ്, ഇഷ്ടപ്പെട്ട ഡയറ്റിയോടുള്ള ഇഷ്ടത്തിന് കാണിക്കുന്ന രീതിയിൽ. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, എനിത്തിങ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ അല്ലെ, അത് നമ്മളെ ഇടപെടുന്ന കാര്യമാണോ? അതാണ് വലിയൊരു കാര്യം. അതിലൊക്കെ കയറി ഇടപെടുക, ചുമ്മാ കയറി ഇടപെടുവാണേ, വെറുതെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടപ്പോൾ ഇടപെടുക. എന്നിട്ട് അതിന് ഇന്റർപ്രിറ്റ് ചെയ്ത് എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് ഹാസ് ബീൻ ഇന്റർപ്രിറ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇന്റർപ്രിറ്റ് ചെയ്തു 1957 ഇന്റർപ്രിറ്റ് ചെയ്ത രീതിയിൽ പറയാണ്. ടു ദ എഫക്ട് ദാറ്റ്, അപ്പോൾ എഫക്റ്റിലോട്ട് വരുന്ന എന്താണ്? ഇറ്റ് ഓൺലി പണിഷസ് ദ അഗ്രവേറ്റഡ് ഫോം ഓഫ് ഇൻസൾട്ട്. ഓർത്തോണേ, എപ്പോഴാണ് പണിഷ് ചെയ്യുന്നത്? ആരെയാ പണിഷ് ചെയ്യുന്നത്? ഇറ്റ് ഓൺലി പണിഷ് ചെയ്യുന്നത് ആരെയാണ്? അഗ്രവേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും
വേഴ്സൻഡ് ഫോം ഓഫ് ഏറ്റവും മോശമായ രീതിയിൽ ഒരു റിലിജനെ ഇൻസൾട്ട് ചെയ്താൽ മാത്രം ഇടപെട്ടാൽ മതി എന്നുള്ളൊരു കാര്യം 1957 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് സംതിങ് ഇസ് ഡൺ വിത്ത് എ ഡെലിബറേറ്റ് ഓർ മലീഷ്യസ് ഇന്റൻഷൻ ടു ഔട്ട്റീച്ച് ദ റിലീജിയസ് ക്ലാഷ്. അതപ്പോൾ നോക്കണേ, നമ്മളിപ്പോൾ ഇന്റൻഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഈവിൾ ചിന്താഗതിയോട് കൂടി തന്നെ റിലീജിയനെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കി എന്ന് വെച്ചു. പക്ഷെ അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ഫോം ഉണ്ടല്ലോ, അതിലെത്തിയാൽ മാത്രമേ നമുക്കതിൽ ഇടപെടാൻ പറ്റുള്ളൂ, കോർട്ടിന് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ എന്നാണ് ആ നിയമം പറഞ്ഞേക്കുന്നത്. 1957 നിയമം അനുസരിച്ച് പറഞ്ഞേക്കുന്നത്. എന്നാലും പ്രാക്ടീസിലോട്ട് വരുമ്പോൾ, അല്ലെ പറയച്ചിൽ മാത്രമേ ഉള്ളൂ, തിയറിയിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ പ്രാക്ടിക്കാലിറ്റിയിലോട്ട് വരുമ്പോൾ ഈ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ഇമാജിൻ ചെയ്തു അല്ലെ, കുറച്ച് ചെറിയൊരു പൊടി സ്പാർക്ക് കിട്ടിയാൽ മതി, അപ്പം തന്നെ അവരതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കും. ദേ ആർ യൂസിങ് ഇറ്റ് ആസ് എൻ എക്സ്ക്യൂസ് ടു ഇൻഫ്രിഞ്ച്. അയ്യോ ഞങ്ങളുടെ റിലീജിയനെ വയലേറ്റ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും, എന്നിട്ട് അല്ല ഞങ്ങളുടെ റിലീജിയനെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടു, ചൊറിഞ്ഞു, മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ദേ വിൽ കൺസിഡർ, അതിനെ വലിയൊരു കേസ് ആക്കി എടുക്കും. അയ്യോ ഇത് വലിയൊരു ഇഷ്യൂ ആണ്, നമ്മുടെ എന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡത്തിനും റൈറ്റ് ടു എക്സ്പ്രഷനും എതിരെ കയറി അങ്ങോട്ട് തടയിടാൻ വേണ്ടി വരും. റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു എക്സ്പ്രഷൻ, അതിനൊക്കെ എതിരെ തടയിടാൻ വരും. ബൈ ഒബ്ജക്റ്റിംഗ് ടു ഫിലിംസ്, എന്നിട്ട് പറയും ഞങ്ങൾ ഫിലിംസിനെതിരെ അല്ലെ, ഞങ്ങൾ ഫിലിംസിനെതിരെ, ബൈ ഒബ്ജക്റ്റിംഗ് ടു ഫിലിംസ്, പ്ലേസ് ആൻഡ് പബ്ലിക് പെർഫോമൻസ്. അങ്ങനെ ലിറ്ററലി അല്ലെ ആർട്ട് ആൻഡ് കൾച്ചറിനെതിരെ, വെറുതെ ആർട്ട് കൾച്ചർ അല്ല, ആർട്ട് ഫോംസിനെതിരെയും, ഞാൻ എന്താ പറയുക, ആർട്ട് ഫോംസ്, മൂവീസ്, അങ്ങനെയുള്ള സാധനങ്ങൾക്കെതിരെ ഇവർക്ക് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇതെവിടെയാണ് നടക്കുന്നത് അറിയോ? ഇത് പണ്ട് വിക്ടോറിയൻ ഭരണകാലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം പ്യൂരിറ്റേറിയനിസം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പ്യൂരിറ്റേറിയനിസം പണ്ട് വിക്ടോറിയ രാജ്ഞി ഭരിച്ച സമയത്ത് കുറേ നാളുകളായിട്ട് ഇംഗ്ലണ്ടിൽ എല്ലാം തിയേറ്റേഴ്സ് ഷട്ട് ചെയ്തു, ലിറ്റററി വർക്ക് ഒന്നും പബ്ലിഷ് ചെയ്യാൻ സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മളെ പാപത്തിലോട്ട് സിന്നിലോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്യൂരിറ്റേറിയനിസം, വളരെ വല്ലാത്തൊരു അവസ്ഥയിലോട്ട് കൊണ്ടുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഇറ്റ് ഇസ്, തിരിഞ്ഞ് റൗണ്ടായിട്ട് ഇപ്പം അബോർഷൻ, ക്ലിനിക്കൽ അബോർഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തിരിഞ്ഞ് ബാക്ക് ടു സീറോയിലോട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആലോചിച്ച് നോക്കുക. ദാറ്റ്സ് വാട്ട് വി ആർ ഡിസ്കസിങ് ഹിയർ. അപ്പോൾ ഇൻ മെനി കേസസ്, ഒരുപാട് കേസുകളിൽ the police tend to give greater credence to such complaints than they deserve and cite the possibility of a disruption of law and order to clamp down on screening or performance rather than protect free speech. Constitutional courts do intervene time and again to protect freedom of expression, but often such relief comes after a delay. Books have been pulped and performance and lectures have been cancelled based on threats and complaints more often than needed. These developments can only mean that fight for freedom of speech, fight for free speech has to be fought anew from time to time. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാം പിള്ളേരെ, ഇങ്ങനെയുള്ള കേസുകളുണ്ടോ, ഈ പോലീസിനൊരു പ്രശ്നമുണ്ട്, വെറുതെ അനാവശ്യമായിട്ട് വേണ്ടതിനേക്കാൾ കവിഞ്ഞ് ക്രെഡൻസ്, ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കും അല്ലെ, അതിന് ട്രസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ കംപ്ലൈന്റ് ഒക്കെ എഴുതി FIR, ഓക്കെ കംപ്ലൈന്റ് ആണോ ഒന്ന് എഴുതിയേക്കാം, വേറെ ആവശ്യമുള്ള കംപ്ലൈന്റ് ഒന്നും എഴുതി വെക്കില്ലേ, ഇങ്ങനത്തെ കംപ്ലൈന്റ് അപ്പം FIR ഇടും, FIR ഇട്ടിട്ടേ ഉള്ളവന്മാർക്കൊക്കെ അല്ലെ, അങ്ങനെ ഒരു പരിപാടി ചെയ്യും. എന്നിട്ട് അതിന് ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ആൻഡ് അതിനൊരു പോസിബിലിറ്റി ആയിട്ട് കൊടുക്കും, ഇത് ലോ ആൻഡ് ഓർഡറിനെതിരെയാണ്, അത് നമുക്ക് ശരിയാക്കണം. എന്നിട്ട് ലോ ആൻഡ് ഓർഡറിനെ എന്ത് ചെയ്തു, ക്ലാം ഡൗൺ ചെയ്യുന്നു, സപ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രശ്നമാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ മൂവിനെ അങ്ങ് കുറച്ചു നേരം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കും, ഇപ്പൊ നടക്കുന്ന കാര്യം അത് തന്നെയല്ലേ, നമ്മുടെ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുക, സപ്രസ് ചെയ്ത് ആ മൂവിനെ അങ്ങ് ഒതുക്കിയേക്കാം അല്ലെ. എത്ര മൂവി ഉണ്ട്, എത്ര മൂവി സ്ക്രീൻ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. നമ്മുടെ മലയാളം മൂവി തന്നെ അടിപൊളി മൂവി, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ അറിയത്തില്ല, ഒരുപാട് മൂവീസ് ഉണ്ട് പിള്ളേർ, ഒരുപാട് മൂവീസ് സ്ക്രീനിങ് പെർഫോമൻസും സ്ക്രീനിങ് ഒക്കെയാണ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കും. എന്നിട്ട് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ, വാട്ട് ആർ ദ തിങ് ദാറ്റ് വി ഹാവ് ടു ഡു, എന്താ ചെയ്യേണ്ടത് ശരിക്കും, ലെറ്റ്സ് പ്രൊട്ടക്ട് ദ ഫ്രീ സ്പീച്ച്, അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം റാദർ ദാൻ ദാറ്റ് അവർ ചെയ്യുന്നത് എന്താണ്, വെറുതെ ഇത് ഡിസ്ട്രപ്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് ആ പെർഫോമൻസിനെ സ്ക്രീനിങ്ങിനെയൊക്കെ തടഞ്ഞു നിർത്തും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോർട്സ് ഇതിൽ ഇന്റർവീൻ ചെയ്യും, സുപ്രീം കോർട്ട് ഇന്റർവ്യൂ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരെ ഇവർ ഇന്റർവ്യൂ ചെയ്ത് വരുമ്പോഴേക്കും സംഭവം എല്ലാം തണുത്ത് ആറിക്കഴിയും, ഒരുപാട് സമയം എടുക്കും അല്ലേ. ആദ്യം ഹൈക്കോർട്ടിൽ പോയി പിന്നെ സുപ്രീം കോർട്ടോട്ട് നമ്മൾ വരുമ്പോഴേക്കും എത്ര കാലം എടുക്കും, ഡിലേ വരും. അപ്പോഴേക്കും ആ ശമിച്ച് കഴിയും, അതിൻ്റെ എഫക്റ്റ് ഒക്കെ കിട്ടേണ്ടവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് മടുത്ത് കാണും. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇത് ഇന്നും ഇതിൽ തുടങ്ങിയ പരിപാടി ആയിട്ടില്ല. ബുക്സ് ഹാവ് ബീൻ പൾപ്ഡ്, ബുക്കിനൊക്കെ അടിച്ചിഞ്ച പരിവാക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതിൻ്റെ സത്ത് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എത്ര മൂവി ബുക്സിനെ, എത്ര പെർഫോമൻസിനെയും ലെക്ചേഴ്സിനെയും എന്താണെന്ന് പറയുക ഫുള്ളി അടച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് പറയുക, ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുക, ഈ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട്. കാരണം ഒരുപാട് ത്രെറ്റുകൾ ഈ ബുക്കുകൾക്കെതിരെ, ഈ ബുക്ക് എഴുതിയ ആൾക്കാർക്കെതിരെ വന്നിട്ടുണ്ട്, ജേർണലിസ്റ്റുകൾക്കൊക്കെ എല്ലാം കേട്ടിട്ടില്ലേ, കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്, ആവശ്യത്തിലധികം കംപ്ലൈന്റുകൾ ആവശ്യത്തിലധികം വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ് ഒക്കെ എന്താ മീൻ ചെയ്യുന്നത്, ഫൈറ്റ് ഫോർ ഫ്രീ സ്പീച്ച്. നമ്മുടെ ഫൈറ്റ് ഫോർ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിർത്തിക്കളയേണ്ട കാര്യമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഡിലേ വരുത്താതെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഫോർട്ട് ആൻഡ് ന്യൂ. എന്താ ഫോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഫൈറ്റ് നിർത്തി കൊടുക്കാൻ പാടുമോ? ഇല്ല. ഇറ്റ് മസ്റ്റ് ബി ഫോർട്ട് ആൻഡ് ന്യൂ, ഫോർട്ട് അഗാൻ, ടൈം ടു ടൈം, വീണ്ടും വീണ്ടും. നമ്മൾ തോറ്റ് തരുന്നവനല്ല ഈ കെ ജോസഫ് എന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആർട്ടിക്കിൾ ഇസ് അനലിറ്റിക്കൽ, അനലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇറ്റ്സ് ആർഗ്യുമെന്റേറ്റീവ്.
ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ആർഗ്യുമെൻറ്റേറ്റീവ് എന്ന് തന്നെ പറയും. ഒരു ആർഗ്യുമെൻ്റ് ആണ് പുട്ട് ഫോർത്ത് ചെയ്യുന്നത്. ആൻഡ് ക്രിട്ടിക്കൽ അല്ലേ, ക്രിട്ടിക്കലുമാണ് ഇത്. ക്രിട്ടിക്കലായിട്ടൊരു ടോൺ ഇതിന് കൊണ്ടുവരുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു. ബോൾട്ട് വന്നല്ലോ എൻ്റെ പൊന്നെ, ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് എൻ്റെ ചങ്ങായി നമ്മളിവിടെ എന്തൊക്കെ കാര്യം നടക്കുമോ നിങ്ങളുടെ വിഷയം അല്ലേ. In democracy, the rulers are accountable to the people. Yes, every Indian citizen ought to obey. Ought to വേണ്ട, has ought to വേണ്ട, വെറും ഷൈനി. അതാ ഞാൻ പറഞ്ഞത്, ഒരു കാട്ടിൽ ഒരു സിംഹം മതി. ought to വേണ്ട, വെറും every citizen ought to അല്ല, ought to മതി കേട്ടോ. ought to moral responsibility to obey accountable duties towards nation. The incident provided the pretext for war. Okay, wrong turn, last resort is the best movie while comparing other series. ആണോ? ഞാനത് കണ്ടിട്ടില്ല. They claim that his use of name infringes their copyright. അവരുടെ കോപ്പിറൈറ്റ് ആണോ? their 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 എന്ന് പറഞ്ഞാൽ അവരുടെ, അത് കൊടുക്കണേ. She aggravated the old knee injury. Okay, it's hard to bend an old bar. Yeah, സത്യം, കറക്റ്റ് ആണ്. She's ready to start a new career. Correct. The theory is gaining credence among scientists. Yes. നേരത്തെ പറഞ്ഞ ബോട്ട് എത്തിയിട്ടുണ്ട്. എത്തി നന്ദീഷ, ഇപ്പഴാ കണ്ടേ. അപ്പൊ പിള്ളേരെ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഓക്കെ ആണെങ്കിലും തംസപ്പ് ഇട്ടോ. ഓക്കെ ആണ്, തംസപ്പ് ഇട്ടോ. ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യനോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ട്രാൻസ്ഫർ മോർ ടാക്സ് ഡെവല്യൂഷൻസ് ടു സ്റ്റേറ്റ്സ് ഏർലി ഇൻ ദ ഇയർ ഇസ് എ പ്രുഡന്റ് മൂവ്. കറക്റ്റ് ആണോ? ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ കറക്റ്റ് ആണോ പറഞ്ഞേ. ട്രാൻസ്ഫർ മോർ ടാക്സ് ഡെവല്യൂഷൻസ് ടു സ്റ്റേറ്റ്സ് ഏർലി ഇൻ ദ ഇയർ ഇസ് എ പ്രുഡന്റ് മൂവ്. ഞാനേ ഒരു കാര്യത്തിൽ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കാണുന്ന പിള്ളേർ എന്ത് ചെയ്യണം, ആൻസർ എനിക്ക് തരണമേ എന്ന്. പക്ഷെ ആരൊക്കെ ആൻസർ തരും? വളരെ കുറച്ച്, വളരെ ചുരുങ്ങിയ പേര്, 1 2 കൂടിപ്പോയാൽ 3 അത്ര ആൾക്കാരെ എനിക്ക് എന്ത് തരാറുള്ളൂ, എനിക്ക് ആകെപ്പാട് ഇത് തരാറുള്ളൂ. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം, ആൻസർ തരുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം ഒരു കാര്യമാണ്. കോമന്റ് സെക്ഷനിൽ ആൻസർ തരണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാവുള്ളൂ. റെസ്പോൺസ് ഇല്ലെങ്കിൽ പിള്ളേരെ അല്ലേ, അങ്ങോട്ടൊരു പാലവിട്ട് ഇങ്ങോട്ടെന്ന് പറയുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തതിലൊരു രസമില്ലെന്നേ. അതാണ് ക്ലാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ അല്ലേ? ആൻസർ തരാമോ? ക്യാൻ ഐ ഗെറ്റ് യുവർ ആൻസേഴ്സ് പീപ്പിൾ? എന്താ ഇവിടുത്തെ ആൻസർ? കോമന്റ് സെക്ഷനിലും ആൻസർ തരണം. അത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. കോമന്റ് സെക്ഷനിൽ ആൻസർ തരണം. പെട്ടെന്ന് ഇപ്പോൾ പറയുന്ന പോലെയല്ല. കോമന്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ വരുമ്പോഴല്ലേ നിങ്ങളുടെ റെസ്പോണ്ട്, നിങ്ങളത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? കുട്ടി മിണ്ടുന്നില്ല, ഗോവിന്ദകുട്ടി കുട്ടി മിണ്ടുന്നില്ല. വേഗം ആൻസർ പറ. വേഗം നിർത്തിയിട്ട് പോണ സമയമായി പിള്ളേരെ. എന്നെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ വേഗാട്ടെ. എന്താ ഇവിടുത്തെ സബ്ജക്റ്റ്? എന്താ? ട്രാൻസ്ഫർ. വെർബ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരും. ഒരിക്കലും ഓർക്കണേ, ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട്, സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏതാ? നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ മാത്രമായിരിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഒരു പ്രിപ്പോസിഷന് ശേഷം വെർബ് വരുമോ? ഇല്ല. പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റ്, ഒരു വെർബിന് ശേഷം ഒബ്ജക്റ്റ്. ഇതാണ് കാര്യം. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ നൗൺ ആക്കണമെങ്കിലോ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങൾക്കിപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരെ നൗൺ ആക്കണമെങ്കിൽ ജെറണ്ട് ഉപയോഗിക്കാം. ജെറണ്ട് എന്താ? ജെറണ്ട് ഇസ് എ വെർബൽ നൗൺ. ജെറണ്ട് ഒരു വെർബൽ നൗൺ ആണ്. നമുക്കതല്ലേ വേണ്ടത്. ഒരു നൗണിനെ എങ്ങനെയാ വെർബിനെ എങ്ങനെയാ നൗൺ ആക്കുന്നത്? അതിൽ ING ഫോം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കൊടുക്കാം? ട്രാൻസ്ഫർ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ യു ക്യാൻ ഗിവ് എ സബ്ജക്റ്റ് ആസ് ട്രാൻസ്ഫറിങ് അല്ലേ? ട്രാൻസ്ഫറിങ് മോർ ടാക്സ് ഡെവല്യൂഷൻസ് ടു സ്റ്റേറ്റ്സ് ഏർലി ഇൻ ദ ഇയർ ഇസ് എ പ്രുഡന്റ് മൂവ്. ദാറ്റ്സ് ദി ആൻസർ. അറിയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യ മസ്റ്റ് കണ്ടിന്യൂ ടു ട്രൈ ടു ഡെസിഗ്നേറ്റ് ടെററിസ്റ്റ് ആൻഡ് നോട്ട് ലൂസ് ഫെയ്ത്ത് ഇൻ ദ പ്രോസസ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ലുക്ക് അറ്റ് ദ ക്വസ്റ്റൻ. ആൻസർ പെട്ടെന്ന് കിട്ടും. ആൻസർ എനിക്ക് കോമന്റ് സെഷൻ തരാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ടഡ്. മൂവിംഗ് ഓൺ. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ എക്സാം ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. എക്സാം ബാച്ച് എന്ന് പറയുമ്പോൾ പക്ക റിവിഷൻ ബാച്ച് ആണ്. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ 10 അധ്യാപകർ 10 മോക്ക് ടെസ്റ്റുകൾ കൂടി ഒരുമിച്ച് ചെയ്ത് നിങ്ങൾക്ക് 1000 ക്വസ്റ്റൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ടുകൾ ഡിസ്കസ് ചെയ്യുന്ന ലിറ്ററലി കേട്ടോ ഉള്ള ഒരു ഇതാണ്. നമുക്ക് വളരെ അടിപൊളിയായിട്ടൊരു ബാച്ചാണ് ഇത് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും 700 രൂപ അല്ലേ, 1770 രൂപയാണെന്ന് തോന്നുന്നു കോഴ്സ് ഫീ വിത്ത് ഡിസ്കൗണ്ട് എന്ന് തോന്നുന്നു. അതാണ്. യെസ്, 1070 ആണോ 1770 ആണോ? 1070 ആണെന്ന് തോന്നുന്നു. 1070. യെസ്, 1070 ആണെന്നുണ്ട്. 770 അല്ല, 1070 ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ കോഡ് ഉപയോഗിച്ച് ഡിസ്കൗണ്ടോടുകൂടി 17% ഡിസ്കൗണ്ട് കൂടി 1070 രൂപയ്ക്ക് കോഴ്സ് കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? കോഴ്സ് എടുക്കുമ്പോൾ എൻ്റെ കോഡ് അടിച്ചു കൊടുക്കുക, 5314 അടിച്ചു കൊടുക്കുക. ഓഗസ്റ്റ് 17-ാം തീയതി ആരംഭിക്കുകയാണ്. 7 മണി മുതൽ 8:30 വരെയും 9 മുതൽ 10:30 വരെയാണ് ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. പിന്നെ 10th ലെവൽ മെയ്റ്റ്സിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. ജൂലൈ 27-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ? 2240 രൂപ അല്ല, 240 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് കോഴ്സ് ഫീ കുറച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് 2240 രൂപയ്ക്ക് കിട്ടും.
എൻ്റെ കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിച്ച് ധൈര്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ KS-ന്റെ ബാച്ച് കൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 7000 രൂപയാണ്, അതൊരു ഗോൾഡൻ ബാച്ചാണ്. നിങ്ങൾക്ക് ഒരിക്കലും അത് KS സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. നമുക്ക് അത് മഹാപാക്കിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആർക്കെങ്കിലും കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എന്തിരിക്കുക, നിങ്ങൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. KS-ന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോഡ് അറിയാലോ, Y314 ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കോഴ്സ് 5500 രൂപയ്ക്ക് കിട്ടും. 7000 സംതിങ് ആണ്, നിങ്ങൾക്ക് 2000 രൂപയുടെ കുറവ് കിട്ടും വെൻ യു യൂസ് മൈ കോഡ്. അപ്പോൾ ഇന്ന് 6 മണിക്ക്, ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാൻ സെഷനുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ PYQ എന്തിനാ, LIC അസിസ്റ്റൻറ്റിൻ്റെ ഓർ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ PYQ ആയിട്ട് വരും. എല്ലാ PYQs നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഇംഗ്ലീഷ് PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇന്ന് വൈകിട്ട് 6 മണിക്ക്. സമയം 6 മണിക്കാണ് ഞാൻ ഫ്രീ ഉള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരും. അപ്പോൾ നമുക്ക് കാണണ്ടേ, വൈകിട്ട് 6 മണിക്ക് കാണണ്ടേ, അപ്പോൾ കാണാം 6 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ഐ എം ഓൾവേസ് ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ കോമന്റ് സെക്ഷനിൽ തരാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക പിള്ളേരെ, നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യില്ല, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ്സുകളുടെ ഒക്കെ നോട്ട്സ് ഞാൻ ടെലിഗ്രാം ചാനലിലൂടെ തരുന്ന. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് വിത്ത് റിന്റു. ഓക്കെ, അപ്പോൾ താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബി ഹാപ്പി. ടാറ്റാ. യെസ്.